والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا سيدنا محمد صلى الله عليه وسلم بلسانه الصدوق وهو أصدق الصادقين: ذكر الأنبياء عبادة وذكر الصالحين كفارا. صدق حبيبنا محمد رسول الله. ألا يا رسول الله كنت رجاءنا وكنت بنا برا ولم تك جافيا فدا لرسول الله عمي وخالتي وأمي وآبائي ونفسي وماليا شرفت جيلانا بالميلاد ساكنه عظمت بالقبر بغدادا أماكنه يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. يعلم أمة سيدنا محمد اللهم صل وسلم وبارك عليه. ഏറ്റവും പ്രിയപ്പെട്ട വർഷങ്ങളോളമായി നമ്മുടെ വാൽപ്പാറ മഹല്ലത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും അത്താണിയായി, അഭിലാഷമായി, ആശാകേന്ദ്രമായി, നമ്മളെ ഖാദിയായി ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി, മറ്റു സയ്യിദുമാർ, ഈ സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസ് അതിൻ്റെ പരിശുദ്ധിയോടുകൂടി ഏറ്റവും പരിശുദ്ധിയുള്ള സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പേരക്കുട്ടികളിൽ വളരെ പ്രധാനിയും നാം ഇന്നോടുകൂടി റബീഉൽ ആഖിറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. റബീഉൽ ആഖിറിൽ അനുസ്മരിക്കപ്പെടുന്ന മഹത്തുക്കളിൽ ഏറ്റവും പ്രധാനിയായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അതുപോലെ അമ്പംകൊന്ന് ബീരാന ഉലയ ഉപ്പാപ്പയുടെ ആണ്ട് മാസമാണ്. താജുൽ ഉലമായി സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെ ആണ്ട് മാസമാണ്. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആണ്ട് മാസമാണ്. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ആണ്ട് മാസമാണ്. അങ്ങനെ ഒരുപാട് മഹത്തുക്കളായ നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ആണ്ട് മാസമാണ്. അങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ ആണ്ട് മാസവും കൂടിയായ റബീഉൽ ആഖിറിൻ്റെ തുടക്കത്തിലുകൂടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിംഗോന ഭാഗത്ത് നടക്കുന്ന ഈ മുബാറക്കായ മീലാദ് സമ്മേളനം വിജയിപ്പിക്കുവാൻ വേണ്ടി
ഏതെല്ലാം ഭാഗത്തുനിന്ന് ആരെല്ലാം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു തആല ഇരു വീട്ടിലും ഖൈർ, ബറക്കത്ത്, സലാമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളത്തിലടക്കം ഇങ്ങനെ ഒരു സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ രാത്രി സമയം കൂടി ആയപ്പോൾ ഈ സദസ്സിന് വല്ലാത്തൊരു അലങ്കാരം. ബഹുമാനപ്പെട്ട അബൂ മഹ്ഫൂദ് മഅറൂഫിനിൽ കർഖി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ ഔലിയായിൽ വളരെ പ്രധാനിയായ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ മഹ്ഫൂദ് മഅറൂഫിനിൽ കർഖി റളിയല്ലാഹു അൻഹു. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. മൻ ഹയ്യ തുആമൻ لأجل قراءة مولد النبي صلى الله عليه وسلم وجمع إخوانا وأوقد سراجا ولبس جديدا وتعطر وتجمل تعظيما لمولد النبي صلى الله عليه وسلم حشره الله تعالى يوم القيامة مع الفرق الأولى من الأنبياء وكان في أعلى إليين. അബൂ മഹ്ഫൂദ് മഅറൂഫിനിൽ കർഖി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ജന്മദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നടത്തുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിൽ വ്യക്തമായ രേഖകളുണ്ട്. അതൊന്നും പാടില്ല എന്ന് പറയുന്ന പുത്തൻവാദികൾ, അവർക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാനും നിങ്ങളും എപ്പോഴും മനസ്സിലാക്കേണ്ടതും ഉറക്കെ പറയേണ്ടതും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബൂ മഹ്ഫൂദ് മഅറൂഫിനിൽ കർഖി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. എന്തിനാണ് ഇത്രയും പൈസ ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനൊരു സ്റ്റേജ് സംവിധാനിച്ചത്? എന്തിനാണ് ഇത്രയും ലൈറ്റ് സംവിധാനിച്ചത്? അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് തിരിച്ച് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, എന്തിനാണ് മകളെ കല്യാണത്തിന് വലിയ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്? ആ സന്തോഷത്തിന് വേണ്ടിയല്ലേ? എന്നാൽ ഈ മകളും മകളെ കല്യാണവും എല്ലാം ഉണ്ടാകാൻ നിമിത്തമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക, ആ നബിയെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വിശാലമായ സദസ്സ് ഒരുക്കുക. അതേ ആ സദസ്സ് ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുക, അവിടേക്ക് പുതിയ വസ്ത്രം ധരിച്ചു പോകുക. ഇതെല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണ്. മഹാനായ അബൂ മഹ്ഫൂദ് മഅറൂഫിനിൽ കർഖി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ ഹയ്യ തുആമൻ ലിഅജലി ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരാൾ ഭക്ഷണം ഒരുക്കിയാൽ, അതേ വജമായി ഇഖ്വാന, ആ സദസ്സിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ, അതാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വൗഖദ സിറാജ, ആ സദസ്സിനെ അലങ്കരിക്കുവാൻ വേണ്ടി ചെറുതും വലുതുമായ രൂപത്തിലുള്ള വിളക്കുകൾ ഫിറ്റ് ചെയ്താൽ, ലൈറ്റുകൾ സംവിധാനിച്ചാൽ, വലബിസ ജദീദ, ഉള്ള വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് പോയാൽ, വതഅത്തറ വതജമ്മല, നല്ല മണമുള്ള നല്ല സ്മെല്ലുള്ള അത്തർ പുരട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ, വതജമ്മല, എങ്ങനെയെല്ലാം ഭംഗിയാകാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം ഭംഗിയായിട്ട് ആ സദസ്സിലേക്ക് ഒരാൾ ഒരുമിച്ച് കൂടിയാൽ, സംഘടിപ്പിച്ചാൽ, അതിനു വേണ്ടി മുതൽ ചെലവഴിച്ചാൽ ഒന്നും വെറുതെയായി പോകുകയില്ല. അതൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. അബൂ മഹ്ഫൂദ് മഅറൂഫിനിൽ കർഖി റഹിമഹുല്ലാഹ് അതിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ അതിനു വേണ്ട സഹായം ചെയ്ത ഉമ്മമാർ, അതിനു വേണ്ടി സഹായം ചെയ്ത ഉപ്പമാർ, അതിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാർ, അതിനു വേണ്ടി അധ്വാനിച്ചവർ, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ഈ എസ്റ്റേറ്റ് തൊഴിലാളിൽ പങ്കെടുത്ത ആളുകളുടെ ഒരുപാട്
ഒരുപാട് സഹായങ്ങളെ കൊണ്ടല്ലേ ഈ വിപുലമായ സദസ്സ് സംഘടിപ്പിച്ചുള്ളത്. ഇതിനെല്ലാം മഹാനവറുകൾ പറയുന്ന മറുപടി എന്താണ്? ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ വിഷയം ചെയ്ത ആളുകൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് മഅൽ ഫിറഖിൽ ഉലാ മിനൽ അംബിയാ, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവർ മഹത്തുക്കളായ അംബിയാക്കളാണ്. ആ അംബിയാഇൻ്റെ കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. വകാന ഫീ അഅ്ലാ ഇല്ലീൻ, ഉന്നതമായ സ്ഥാനമാണ് അവർക്ക് ലഭ്യമാകുന്നത്. കണ്ടോ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ ഇന്ന് ഇവിടെ ഇത് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഈ സദസ്സിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഇതിനെല്ലാം ഇസ്ലാമിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അത്തരക്കാർ നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഫിത്നയിൽ നാം ആരും പെട്ടുപോകാതിരിക്കാൻ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ പുരുഷന്മാർ നല്ല ആവേശത്തോടുകൂടി ഉറക്ക സ്വലാത്തിലും ഉമ്മമാർ സ്വലാത്തെല്ലാം വിട്ടുപോകരുത്. സയ്യിദുനാ അജ്മൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം. എന്ത് വിഷമം അനുഭവിക്കുന്നവരുണ്ടോ, എന്ത് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ, അവർക്കെല്ലാം പരിഹാരമാരാണ്? ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് മഹദിയായ സഫിയ ബീവി റസൂലുള്ളാഹിൻ്റെ അമ്മായിയാണ്. റസൂലുള്ള വഫാത്തായതിൻ്റെ ശേഷം ഹബീബായ നബി തങ്ങളെ വിളിക്കുകയാണ്. വഫാത്തായ നബിയെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പുത്തൻവാദികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരാദ്യം മാറ്റേണ്ടത് നിസ്കാരത്തിൽ അത്തഹിയാത്ത് ചൊല്ലാൻ പാടില്ല. ഏതൊരു വിശ്വാസിയാണ് അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഓ നബിയായിട്ടുള്ളവരെ, അങ്ങക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ട്, അങ്ങക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ട്, അവിടത്തേക്ക് അല്ലാഹുവിൻ്റെ ബറക്കത്തും ഉണ്ട്. ഇന്നും മഗ്രിബ് നിസ്കരിച്ച നാം വിളിച്ചിട്ടുണ്ട്, ഇന്നും അസർ നിസ്കരിച്ച നാം വിളിച്ചിട്ടുണ്ട്, ഇന്നും ദുഹർ നിസ്കരിച്ചവർ വിളിച്ചിട്ടുണ്ട്, ഇന്നും സുബഹി നിസ്കരിച്ചവർ വിളിച്ചിട്ടുണ്ട്, ഇശായിന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തട്ടെ ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ 5 നേരം വിളിക്കാൻ വേണ്ടി അല്ലാഹു നമ്മോട് പറഞ്ഞതാണ്. ആ ഹബീബിനെ വിളിക്കാൻ വിട്ടുപോകരുത്. ഏത് തിരക്കിൽപ്പെട്ടാലും ഏത് പരിപാടിയിൽ പങ്കെടുത്താലും നിസ്കാരം മനഃപൂർവ്വമായി ഖളാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ലോകത്തിൻ്റെ നേതാവ് എവിടെയാ വിശ്രമിക്കുന്നത്? മദീന മുനവ്വറയിലാണ്. ആ ഹബീബായ നബി തങ്ങളെ ഇന്ന് സിങ്കോനയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, വാൽപ്പാറയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, മുഡീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അതേ സോലയാറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് വിശ്വാസികളുണ്ടോ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ആ ഹബീബിനെ വിളിക്കാൻ പാടില്ല. മരിച്ചുപോയ റസൂലുള്ളാഹിനോട് വിളിച്ച് സഹായം തേടാൻ പാടില്ല എന്ന് പറയുന്ന പുത്തൻവാദികളിലെ മുജജമ അലവലാതി പാർട്ടികൾ, അവർക്ക് തലക്ക് വെളിവും തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് അവരാ വാദം ഉന്നയിക്കുന്നത്. ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങളെ വിളിക്കുകയാണ്, വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കുകയാണ് അവിടുത്തെ അമ്മായി. അലാ യാ റസൂലല്ലാഹി കുൻത റജാഅനാ വകുൻത ബിനാ ബർറൻ വലം തകു ജഫിയാ ഫിദൽ റസൂലില്ലാഹി അമ്മി വഖാലതി വഉമ്മി വആബായി വനഫ്സി വമലിയാ. എന്തൊരു വിളിയാണ്! സുബ്ഹാനല്ലാഹ്. അലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായ നബിയേ, കുൻത റജാഅനാ,
തങ്ങൾ ഞങ്ങളെ അഭിലാഷമാണ്, തങ്ങൾ ഞങ്ങളെ ആശാകേന്ദ്രമാണ്. വകുന്ത ബിനാ ബർറൻ വലം തകു ജഫിയാ. ഒരു സമയത്തും അങ്ങ് ഞങ്ങേ മറന്നിട്ടില്ല. വഫാത്താകാൻ വേണ്ടി കടക്കുമ്പോൾ പോലും ഉമ്മത്തി എന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് നബിയേ ഫിദല്ലി റസൂലില്ലാഹി അമ്മീ വഖാലതി. എൻ്റെ എളാപ്പ മൂത്താപ്പരെയും എൻ്റെ എളാമ മൂത്തന്മാരെയും അതേവ ഉമ്മീ വ ആബായി, എൻ്റെ സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും വനഫ്സി വ മാലിയാ, എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും എല്ലാം തങ്ങൾക്ക് വേണ്ടി ഇതാ ഞാൻ സമർപ്പിക്കുന്നു നബിയേ എന്ന് വിളിച്ച മഹദിയാണ് സഫിയ ബീവി. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കണം, പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ആയത്തിന് സാധാരണഗതിയിൽ ഉസ്താദുമാരെ അർത്ഥം വെക്കാറുള്ളത് അലാ അറിയണം ബിദിക്രില്ല, ദിക്റുല്ലാഹി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലുമ്പോൾ, സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, അതേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ചൊല്ലുമ്പോൾ, മറ്റു ദിക്റുകൾ ചൊല്ലുമ്പോൾ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവാറുണ്ട്. ശരി തന്നെയാണ്, ആ അർത്ഥവും ശരിയാണ്, വിശദീകരണം ശരിയാണ്. എന്നാൽ അവിടെ ആശിഖീങ്ങൾ, അല്ലാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടപ്പെടുന്ന മഹാന്മാർ ഒരു അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബു ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ വെറുതെ പറയുകയില്ല, എല്ലാ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അഹ്ലു സുന്ന എന്ത് പറയുന്നുണ്ടോ അതിനെല്ലാം വ്യക്തമായ രേഖകളുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ട്. തെളിവില്ലാത്തൊരു വിഷയം അഹ്ലുസുന്ന പറയാറില്ല. ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബു ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ അർത്ഥം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അലാ ലോകം അറിയണം ബിദിക്രില്ലാഹ്, ദിക്റുല്ലാഹ് എന്ന പേരുള്ള സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് നല്ല സമാധാനം കിട്ടുകയാണ്. ഏത് വിഷയത്തിലാണോ ഉമ്മമാരെ നിങ്ങൾക്ക് പ്രയാസമുള്ളത്, ഏത് വിഷയത്തിലാണോ സഹോദരിമാരെ നിങ്ങൾക്ക് വിഷമമുള്ളത്, ഏത് വിഷയത്തിലാണോ ഉപ്പമാരെ നിങ്ങൾക്ക് പ്രയാസമുള്ളത്, ടെൻഷനുള്ളതെങ്കിൽ നിങ്ങളെ ശരീരവും നിങ്ങളെ ഖൽബും ഒന്ന് മടക്കൂ മദീന മുനവ്വറയിലേക്ക്. ആ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ സമാധാനം അല്ലാഹ് കൊടുക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിന് 201 പേരുകൾ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ആ 201 പേരുകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിൽ നമുക്ക് വായിക്കാൻ കഴിയും സൈഫുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിസ്ബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിക്റുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാമിദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹ്മൂദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്യദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഹീദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാശിറുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാസീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നദീർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുബശ്ശിർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാഹിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുദ്ദസ്സിർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസമ്മിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് പേരുകൾ അല്ലാഹുവിൻ്റെ ഹബീബിന് 201 മഹത്വമുള്ള നാമങ്ങൾ കാണാം. ആ മഹത്വമുള്ള നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് ദിക്റുല്ലാഹ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അലാ ലോകമറിയണം ബിദിക്രില്ലാഹ്, ദിക്റുല്ലാഹ് എന്ന നാമമുള്ള ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്,
ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭ്യമാവുകയാണ്. അവിടുത്തെ ജീവിത കാലഘട്ടത്തുമുണ്ട്. അവിടുന്ന് വഫാത്തായിട്ട് എത്ര വർഷമായി? ഓരോ വർഷവും കഴിയുമ്പോൾ അതേ മീലാദ് സമ്മേളനങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ലോകത്തെവിടൊക്കെ വിശ്വാസികളുണ്ടോ അവിടെയെല്ലാം വളരെ വിപുലമായി അതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റസൂലുള്ളാഹിനോടുള്ള മഹബത്താണ്. ആ നബി തങ്ങൾ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് ഇൻതഖല മിൻ ദാരിൻ ഇലാ ദാരിൻ ഉഖ്റാ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റിയതാണ്. ഈ വീടിനേക്കാൾ പവറുള്ള വീടാണ്, ഈ വീടിനേക്കാൾ മഹത്വമുള്ള വീടാണ്, ഈ വീടിനേക്കാൾ ശ്രേഷ്ഠമുള്ള വീടാണ്. ആ വീട്ടിലേക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പോയിട്ട് അവിടുന്ന് എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ആർക്ക് എന്ത് വിഷമങ്ങളുണ്ടോ അതെല്ലാം ഹബീബായ നബിതങ്ങൾ നിമിത്തമായി റബ്ബാണ് ശരിയാക്കി തരുന്നത്. നമ്മുടെ വിശ്വാസം അതാണ്. ഒരു വലിയും നമ്മളെ കാര്യം ശരിയാക്കി തരൂല, ഒരു പ്രവാചകനും നമ്മുടെ കാര്യം ശരിയാക്കി തരൂല. സ്വന്തമായിട്ടവർക്കാർക്കും കഴിവില്ല. ഒരാൾക്കും സ്വന്തമായ ഒരു വിരലനക്കാൻ കഴിവുണ്ടെന്ന് വിശ്വാസം നമുക്കില്ലല്ലോ. നമ്മുടെ വിശ്വാസം എന്താണ്? അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മെ സഹായിക്കും. അങ്ങനെയാണ് മഹാന്മാരെ വിളിക്കുന്നത്. വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി അജബ്തു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. ആ വിശ്വാസത്തിലാണ് നാം മഹത്തുക്കളെ വിളിക്കുന്നത്. ഒരിക്കലും റസൂലുള്ളാഹി നമ്മെ സ്വന്തമായി സഹായിക്കും, ബദരീങ്ങൾ നമ്മെ സ്വന്തമായി സഹായിക്കും, മുഹിയദ്ദീൻ ശൈഖ് നമ്മെ സ്വന്തമായി സഹായിക്കും. വൽപ്പാറ മഹല്ലത്തിലെ ജുമുഅത്ത് പള്ളിയുടെ മുൻവശത്ത് വിശ്രമിക്കുന്ന സ്വാഹിബുൽ കറാമത്തിൽ അദീദ, എണ്ണമറ്റ കറാമത്തിൻ്റെ ഉടമയായ മുഹമ്മദ് മിഹ്റാൻ വലിയുല്ലാഹി സ്വന്തമായി എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഇന്ന് വരെ ഒരാളും അവിടത്തേക്ക് പോയിട്ടില്ല. ആ വിശ്വാസം ഒരു സുന്നിക്കുമില്ല. ആ വിശ്വാസം ഒരാളും വെച്ച് പുലർത്താനും പാടില്ല. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവുണ്ട്. ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കും. സഹായിക്കുന്ന ആളാരാണ്? അല്ലാഹുവാണ്. ഏതുപോലെ എനിക്കൊരു രോഗം വന്നാൽ, എനിക്കൊരു തലവേദന വന്നാൽ, നിങ്ങൾക്കൊരു പനി പിടിച്ചാൽ ആരെയാണ് നാം സമീപിക്കാറുള്ളത്? ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകും. ആ ഡോക്ടർ പറഞ്ഞു തന്ന മരുന്ന് കുടിക്കും. എന്താണ് നാം പറയാനുള്ളത്? ഈ ഡോക്ടർ എൻ്റെ രോഗം മാറ്റി എന്നാണോ പറയുക? നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. ഡോക്ടർ രോഗം മാറ്റുന്നില്ല, ഡോക്ടറെ മരുന്നും രോഗം മാറ്റിയിട്ടില്ല. ഡോക്ടറും ഈ മരുന്നും എൻ്റെ രോഗം മാറാനുള്ള കാരണമാണ്. മാറ്റിയവനാരാണ്? ഹുവല്ലാഹു ജല്ല ജലാലുഹു. രോഗം മാറ്റിയവൻ അല്ലാഹുവാണ്. ഇതേ രൂപമാണ് നാം പറയുന്നത്. യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്നത് മുഹിയദ്ദീൻ ശൈഖ് റബ്ബായിട്ടല്ല. അതേ നമുക്ക് വല്ല വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ ചെറുപ്പം മുതലേ നമ്മളെ നാവിൽ പെട്ടെന്ന് വരുന്നൊരു ദിക്റാണ് ബദരീങ്ങളെ എന്ന്. അത് ബദരീങ്ങൾ റബ്ബായിട്ടല്ല. മുത്തനബി എന്ന് വിളിക്കാറുണ്ട്, മമ്പറത്ത് തങ്ങളെ വിളിക്കാറുണ്ട്, മടവൂർ ശൈഖുനാളെ വിളിക്കാറുണ്ട്, ഏർവാടി സുഹദാക്കളെ വിളിക്കാറുണ്ട്. ഇതൊന്നും അവർ സ്വന്തമായി സഹായിക്കുമെന്ന നിലക്കല്ല. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മെ സഹായിക്കും. സഹായിക്കുന്നവനാരാണ്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായം
സഹായത്തിൻ്റെ തുടക്കം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ആ സഹായം കിട്ടാൻ അള്ളാഹു പല കാരണങ്ങളും വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങളുമായി ബന്ധപ്പെടൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയുടെ പുറത്തല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരിക്കലും പിഴച്ചു പോകരുത്. ആരുടെയെങ്കിലും കാസറ്റ് കേട്ടിട്ട്, ആരുടെയെങ്കിലും പ്രഭാഷണം കേട്ടിട്ട്, ഏതെങ്കിലും മൗലവിമാരുടെ വാട്സപ്പ് കേട്ടിട്ട് ഒരിക്കലും നമ്മുടെ ആദർശം പണയം വെക്കരുത്. ഒരിക്കലും നമ്മുടെ വിശ്വാസം പണയം വെക്കരുത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് സമാധാനം കിട്ടുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട് അവർക്ക് ധാരാളം പറയാനുണ്ടാകും. ഏത് വിഷമമുള്ള ആളുകളായാലും നബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ വിഷമം റബ്ബ് തീർത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരോടും പറയാൻ പറഞ്ഞാൽ ധാരാളം ആളുകൾക്ക് ആ വിഷയം പറയാനുണ്ട്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയാമോ വിശ്വാസികളെ, അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയണേ, എന്നോട് എൻ്റെ ഉസ്താദായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, അലാ ഉരീകം റഅതൻ മിൻ അഹ്ലിൽ ജന്ന. നമ്മുടെ നാട്ടിലൊരു പെണ്ണുണ്ട്, നമ്മുടെ നാട്ടിലൊരു സഹോദരിയുണ്ട്. ആ സഹോദരി സ്വർഗാവകാശിയായ സഹോദരിയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സിങ്കോന ഭാഗത്തോ അല്ലെങ്കിൽ വാൽപ്പാറ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സഹോദരി ഉണ്ടെന്ന് കേട്ടാൽ അവരെ കാണാൻ നമുക്ക് താല്പര്യമല്ലേ? അവരോട് ദുആ ചെയ്യാൻ പറയാ നമുക്ക് താല്പര്യമല്ലേ? അലാ ഉരീകം റഅതൻ മിൻ അഹ്ലിൽ ജന്ന. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടുത്തെ ശിഷ്യനാകുന്ന അത്വാ ഇബ്നു അബീ റബാഹ് തങ്ങളോട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, സ്വർഗാവകാശിയായ ഒരു പെണ്ണ് നമ്മുടെ നാട്ടിലുണ്ട്, ആ പെണ്ണിനെ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞപ്പോ ആരാണ് വേണ്ട എന്ന് പറയുക? ഖാല ബലാ, അതേ ഉസ്താദേ പറഞ്ഞു തരണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഹാദിഹിൽ മർഅത്തു സൗദാ, ഈ കാണുന്ന പെണ്ണാണ്, സുഐറ എന്നാണ് പേരുള്ളത്. സുഐറ എന്ന പേരുള്ള ഈ കാണുന്ന പെണ്ണാണ് ആ സ്വർഗാവകാശിയായ പെണ്ണെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അത്തത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സമയത്ത് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സമീപത്ത് ഉണ്ടാകുമ്പോൾ ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരികയാണ്. നബിയുടെ സമീപത്തേക്ക് വളരെ അച്ചടക്കത്തോടുകൂടി ബഹുമാനത്തോടുകൂടി അവർത്തുകളെല്ലാം മറച്ചുകൊണ്ട് ഹബീബിൻ്റെ ഹദറത്തിലേക്ക് വരികയാണ്. വന്നിട്ട് പറഞ്ഞ സങ്കടം എന്താണ്? ചെറിയ വിഷയമല്ല പറഞ്ഞത്. ആ ഉമ്മ വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞ വിഷമം എന്താണ്? ഇന്നി ഉസ്റഅ, നബിയെ എനിക്ക് അപസ്മാര രോഗമുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അത്തരത്തിൽ രോഗം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മാറാവ്യാധി രോഗം കൊണ്ട്, ക്യാൻസർ കൊണ്ട്, അറ്റാക്ക് കൊണ്ട്, കിഡ്നി നഷ്ടപ്പെട്ടു പോകുന്ന രോഗം കൊണ്ട്, തീരെ നീങ്ങിപ്പോകാത്ത വേദനകളെ കൊണ്ട് ഒരാളെയും ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഓ വിശ്വാസികളെ, ഈ പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞ വിഷയം എന്താണ്? ഇന്നി ഉസ്റഅ, എനിക്ക് അപസ്മാര രോഗമുണ്ട് നബിയെ. അപസ്മാര രോഗത്തിൻ്റെ അടയാളം അറിയാലോ? നിലത്ത് വീണാൽ സുബ്ഹാനല്ലാഹ് പലതും കാണിച്ചു കൊണ്ടിരിക്കും, പല ഭാഗങ്ങളും വെളിവാകും. അവരെ സമീപത്തേക്ക് നമുക്ക് പോകാൻ കഴിയൂല. അവരെ കയ്യിലെങ്ങാനും നമ്മുടെ കയ്യിൽ പെട്ടാൽ അത് വേറിട്ട് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഈ രൂപത്തിൽ രോഗമല്ലേ അപസ്മാരം എന്ന് പറഞ്ഞ രോഗം? ഏത് സമയത്താണ് താഴെ വീഴുക എന്ന് പറയാൻ പറ്റൂല.
അത്തരക്കാരായ ആളുകളെ ഒറ്റയ്ക്ക് യാത്രയക്കലില്ല. അത്തരക്കാരായ ആളുകൾ ഒറ്റയ്ക്ക് സ്ഥലത്തേക്ക് പറഞ്ഞയക്കാറില്ല. അത്രയും വലിയ രോഗമല്ലേ ആ രോഗം. ഈ ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയണേ, എനിക്ക് അപസ്മാരത്തിൻ്റെ രോഗമുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് നബിയേ വഇന്നീ അതകശഫു, ആ രോഗമുണ്ടാകുമ്പോൾ എനിക്ക് തങ്ങളോട് പറയാനുള്ള വേവലാതി എന്താണ്, തങ്ങളോട് പറയാനുള്ള വിഷമം എന്താണ്, എൻ്റെ ഔറത്ത് വെളിവാകാറുണ്ട് നബിയേ. ഹബീബായ നബി തങ്ങളോട് പറയുന്ന സങ്കടമാണ്. രോഗിയായ ഉമ്മയാണ് പറയുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് നല്ല ഉമ്മമാർ, സഹോദരിമാർ കഴിവിൻ്റെ പരമാവധി ശരീരങ്ങൾ മറച്ചിട്ടാണ് ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെപ്പോഴും അത് പതിവാക്കണം. കഴിവിൻ്റെ പരമാവധി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറച്ചിട്ട് നിങ്ങൾ എവിടേക്കും പോകാവൂ. അതേ കാട്ടിൽ പോയി പണിയെടുക്കുന്നവരുണ്ട്, അവർക്ക് അല്ലാഹു സലാമത്ത് നൽകട്ടെ. എല്ലാ നല്ല മുഅ്മിനീങ്ങളാണ്, മുതഅല്ലിമീങ്ങളോട്, അലിമീങ്ങളോട്, അതേ ഉസ്താദുമാരോട് വലിയ മഹബത്ത് കാണിക്കുന്ന ആളുകളാണെന്ന് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അല്ലാ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങൾ ഓതി പഠിക്കും കാലം ഞങ്ങൾ ദർസ് നിർത്തി വന്നാൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, ചായയും വെള്ളം തന്നവരുണ്ട്, ഞങ്ങളെ സ്വന്തം മക്കളെക്കാൾ പോറ്റി വളർത്തിയ ആളുകളുണ്ട്. അവർക്ക് ഞങ്ങൾക്കൊന്നും കൊടുക്കാനില്ല. ഇതുപോലെയുള്ള സദസ്സുകൾ വെച്ച് അവർക്ക് ദുആ ചെയ്യല്ലാതെ പകരമായി ഒന്നും കൊടുക്കാൻ ഞങ്ങളെ കയ്യിലില്ല. എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നിങ്ങൾ ആലോചിക്കൂ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ആ ഉമ്മ പറഞ്ഞ സങ്കടം എന്താണ്? എനിക്ക് അപസ്മാരത്തിൻ്റെ രോഗമുണ്ടാകും. ആ രോഗമുള്ള സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗങ്ങൾ വെളിവാകും നബിയേ. അതുകൊണ്ട് തങ്ങൾ അല്ലാഹുവോട് ദുആർക്കണം. ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അതുകൊണ്ട് എന്നോട് വന്ന് പറയേണ്ടതില്ല. കഴിഞ്ഞ ആഴ്ച ഷോളയാൽ വെച്ച് പ്രഭാഷണം നടത്തുമ്പോൾ ആ ഭാഗം ഞാൻ വിശദമായി സംസാരിച്ചത് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്ത് ആര് എന്ത് വിഷയം വന്ന് പറഞ്ഞാൽ അതിനെല്ലാം പരിഹാരം കൊടുക്കാൻ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴല്ലേ നബി തങ്ങൾ നേതാവാകുകയുള്ളൂ. ലോകത്തുള്ള സർവ്വജനങ്ങളെയും നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നേതാവ് എന്ന് പറഞ്ഞാൽ അനുയായികൾ എന്ത് വിഷമം പറഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളെ നേതാവാൻ പറ്റുകയുള്ളൂ. ഈ ഉമ്മ വന്ന റസൂലുള്ളാഹിനോട് പറയണേ, ഇന്നി ഉസ്റഉ വ ഇന്നി അതകശഫ്, എനിക്ക് അപസ്മാര രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വെളിവാകാറുണ്ട്. ആളുകളത് പറയാറുണ്ട് നബിയേ. ആ സമയത്ത് ആ സഹോദരി രോഗം ഉള്ള സമയത്ത് അതേ ആ സഹോദരി അറിയാതെയാണ് ഔറത്തിൻ്റെ ഭാഗം വെളിവാകുന്നത്. അതിനൊരിക്കലും ആ സഹോദരി കുറ്റവാളിയല്ല. അല്ലാഹുവിനൊരിക്കലും ആ സഹോദരിക്ക് കുറ്റമുണ്ടായില്ല. പക്ഷേ ബോധമുള്ള സമയത്ത് റസൂലുള്ളാഹിനോട് വന്ന് പറയണേ, അല്ലാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് ക്ഷമ പഠിപ്പിച്ച നേതാവല്ലേ. ആദ്യമായി ആ പെണ്ണിനോട് റസൂലുള്ളാഹി പറയണേ, ഇൻ ശിഅതി സബർതി, മോളെ നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ക്ഷമിച്ചാൽ വലകിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളോട് ഒപ്പമുണ്ടായ വാൽപ്പാറ മഹല്ലത്തിൻ്റെ ഒരു ഖാദിമായി കൊണ്ട് പ്രവർത്തിച്ചിരുന്ന അതേ ഹംസ എന്ന മാന്യ സഹോദരൻ ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയ സുഹൃത്താണ്. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ മൈദീങ്കാക്കാൻ്റെ റംല എന്ന ആ പെൺകുട്ടിയുടെ മകൾ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയി.
ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഓ പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ ഉപ്പമാര് മരിച്ചവരുണ്ട്, പ്രിയപ്പെട്ട സഹോദരിമാര് മരിച്ചവരുണ്ട്, കൂട്ടുകാര് മരിച്ചുപോയവരുണ്ട്, ഭാര്യമാര് മരിച്ചവരുണ്ട്, ഭർത്താക്കന്മാര് മരിച്ചവരുണ്ട്, പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കൾ മരിച്ചവരുണ്ട്. എല്ലാവരോടും ഈ പ്രഭാഷണത്തിൽ ഞാൻ പറയട്ടെ, ഈ മീലാദ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നാം ക്ഷമ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തണം. റബ്ബിൻ്റെ തീരുമാനമേ ഇവിടെ നടക്കുകയുള്ളൂ, അതിൻ്റെ അപ്പുറം ഇവിടെ ഒന്നും നടക്കൂല. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ സഹോദരിയോട് പറയണം, മോളെ, ഇൻഷിഅത്തി സബർതി, നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈർ വലക്കിൽ ജന്ന, ക്ഷമിച്ചാ നിനക്ക് സ്വർഗമുണ്ട് എന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. ആ സമയം ഈ പെണ്ണൊന്ന് ആലോചിച്ചു, ഞാൻ ക്ഷമിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞത് സ്വർഗമുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ പെണ്ണ് റസൂലുള്ളാഹിനോട് പറയാണ്, അസ്ബിർ നബിയേ, ഞാൻ ക്ഷമിച്ചോളാ, എനിക്ക് ആ രോഗം മാറണമെന്ന്, എനിക്ക് ആ രോഗം മാറിക്കൊള്ളണമെന്നില്ല, പക്ഷേ തങ്ങൾ എനിക്ക് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ രോഗമുണ്ടാകുമ്പോൾ തങ്ങൾ ദ്വാരന്നാൽ എൻ്റെ ഔറത്ത് വെളിവാവാത്ത രൂപത്തിൽ ആ രോഗമുണ്ടായാൽ എനിക്ക് പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അതിനെനിക്ക് കഴിയൂല. അത് റബ്ബിനോട് ചോദിച്ചോന്നാണോ പറഞ്ഞത്? മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ചൊല്ലൂ മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹോദരിയോട്, എന്നെ കൊണ്ട് നിനക്ക് കഴിയൂല, നീ ക്ഷമിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷമിച്ചിരുന്നാൽ മതി എന്നാണോ പറഞ്ഞത്? അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഈ സഹോദരി പറയാൻ, നബിയെ, ഞാൻ ക്ഷമിച്ചിട്ട് തങ്ങൾ അവിടെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞതല്ലേ, ആ നാവ് കൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല, കളവാണെന്ന് തോന്നുന്ന ഒരു വാക്ക് പോലും ആ നാവിലൂടെ വന്നിട്ടില്ലല്ലോ. ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടെന്നല്ലേ തങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചോളാം. പക്ഷേ എൻ്റെ ആ രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകരുതേ നബിയേ. അതെങ്ങനെയാണ് സാധ്യമാകുക? അത് അവിടുന്ന് ദ്വാരന്നാൽ അല്ലാഹു ഉത്തരം നൽകും, ഉറപ്പാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തു, ദുആ ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ശേഷം ആ സഹോദരിക്ക് അപസ്മാരമുണ്ടാകും, പക്ഷേ ആ സഹോദരിയുടെ ഔറത്ത് വെളിവാകൂല. സമാധാനം കിട്ടിയോ നബി തങ്ങളെ കൊണ്ട്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവിടുത്തെ പേരക്കുട്ടികളായ ബഹുമാനപ്പെട്ട ഖുത്ബു സുൽത്താൻ ഇബ്രാഹിം ബാത്തിഷതങ്ങൾ ഏർവാടിയിൽ പോയവർക്കറിയാമല്ലോ. സുബ്ഹാനല്ലാഹ്. ഭ്രാന്ത് പിടിച്ചിട്ട്, സിഹറേറ്റിട്ട്, അങ്ങനെ പല നിലക്കുള്ള വിഷമമേറ്റ സഹോദരിമാർ അവരുടെ കൈകൾ ബാക്കിൽ കെട്ടിയിട്ടുണ്ടാകും. പക്ഷേ അവർ കെട്ടിയത് എന്തുകൊണ്ടാണ്? ഒരു ചങ്ങലയും നാം കാണുന്നില്ല, ഒരു കയറും നാം കാണാറില്ല. ചെറുപ്പക്കാരികളായ സഹോദരിമാർ ആ ദർബാറിനിങ്ങനെ ചുറ്റിയിട്ട് അവരുടെ ശരീരം കൊണ്ടുപോയി വലിയ മതിലിൽ അടിക്കുന്നത് കാണാം. പക്ഷേ ഒരൊറ്റ പെൺകുട്ടിയുടെയും ഔറത്ത് വെളിവാകൂല. വലൗല ബല്ലു സൈഫി ബിദ്ദിമായി ലയബ്ഖൽ ഹിന്ദു കുല്ലുഹു ഫിൽ അമായി.
أجريت الهدى والدين فيها فما زال الهداية في النماء أنا السلطان إبراهيم اسمي إلى خير البرية انتمائي നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രക്തവുമായി ബന്ധമുള്ളവരാണ്. ആ ഇബ്രാഹിം ബാദ്ശാ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ അബൂ ത്വാഹിർ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരി റാബിയ ഉമ്മയുമാണ് ഏർവാടിയിലെ പ്രധാനപ്പെട്ട കണ്ണികൾ. അതേ കാട്ടുപള്ളിയിൽ വിശ്രമിക്കുന്ന അത്വബീബുൽ അലം അബ്ദുൽ ഹക്കീം തങ്ങള്, അൽ വസീറുൽ അലം അബ്ബാസ് മന്ത്രി, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാർ അവരുടെ നിയന്ത്രണങ്ങൾ അവിടെ കാര്യം നടക്കുമ്പോൾ ഒരൊറ്റ ഭ്രാന്തുള്ള ഒരു സഹോദരിയും സിഹറേറ്റിട്ട് പലതും വിളിച്ചു പറയും. തമിഴിൽ പറയുന്നവരുണ്ട്, ഇംഗ്ലീഷിൽ പറയുന്നവരുണ്ട്, മലയാളത്തിൽ പറയുന്നവരുണ്ട്, ഉറുദുവിൽ പറയുന്നവരുണ്ട്, പല ഭാഷയിലും അവിടെ ഇളകി പറയുന്നവരുണ്ട്. ഏത് ഇളക്കം ഇളകി മറഞ്ഞാലും ഒരൊറ്റ പെൺകുട്ടിയുടെയും അവർക്ക് വെളിവാകൂല. അതാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലാഹ് കൊടുക്കുന്ന പവറാണ്. ഹബീബായ നബി തങ്ങളിൽ ഉണ്ടായത് മുഅ്ജിസത്താണെങ്കിൽ അത് മഹാന്മാരായ ഔലിയായിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരൊന്ന് മാറും. കറാമത്തും സംഗതി രണ്ടും ഒന്നാണ്. അവർക്ക് അല്ലാഹു കൊടുത്ത മഹത്വമാണ്. ആ നിലക്ക് ഹബീബിനെ കൊണ്ട് എല്ലാ വിഷയത്തിലും പരിഹാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ഈ പ്രിയപ്പെട്ട ഉമ്മ റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞ സങ്കടം ചെറുതല്ലല്ലോ. ആ സമയം അല്ലാഹുവിൻ റസൂലിലൂടെ ആ വിഷയത്തിന് പരിഹാരം ലഭിച്ചിട്ടുണ്ട്. മഹാന്മാർ എഴുതി വെച്ചു, ഫഹിയ മിൻ അഹ്ലിൽ ജന്ന. ഈ പെണ്ണ് സ്വർഗാവകാശികളിൽപ്പെട്ടതാണ്. ബിവഅദി സ്വാദിഖിൽ മസ്ദൂഖ്, സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായിട്ട് റസൂലുള്ളാഹ് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞതാണ്, മോളെ ക്ഷമിച്ചാൽ വലകിൽ ജന്ന, അനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. സ്വർഗമുണ്ടായേക്കാമെന്നല്ല പറഞ്ഞത്, സ്വർഗം റബ്ബ് തന്നേക്കാമെന്നല്ല പറഞ്ഞത്. വലക്കിൽ ജന്ന, ഉറപ്പായി നിനക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് ഈ പെണ്ണ് സ്വർഗത്തിലാണെന്ന് മഹാന്മാർ വിവരിക്കുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് നല്ല സമാധാനമാണ്. മഹാന്മാരെ പറയുമ്പോൾ, മഹത്തുക്കളെ പറയുമ്പോൾ, അവരെ പേര് പറയുമ്പോൾ, അവരെ പേരൊരു ഫാത്തിഹ ഓതുമ്പോൾ, അവരെ പേരിൽ യാസീൻ ഓതുമ്പോൾ, അതേ അവരെ പേരിൽ നാം എല്ലാ ഹദിയും കൊടുത്തിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ സർവമാന വിഷയങ്ങൾക്കും റബ്ബ് പരിഹാരം കൊടുക്കുകയാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആ ഹബീബായ നബി തങ്ങളെ കുരുത്തവും പൊരുത്തവും കിട്ടിയ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ആണ്ട് മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അതൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ വിശ്വാസികളെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എല്ലാ വാലികളും ഓരോ നബിവാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ കുപ്പി കാകത്തുള്ള വസ്തുവിനെ
പോലെ കമാഞ്ഞ നിങ്ങളെ കൽബകം എന്നോവർ ഖബറാകത്തുസ്താദ് കുറവാക്കി കണ്ടാറ് ഖബറിങ്ങൽ നിന്നിട്ട് നീക്കിച്ചി വെച്ചോവർ. മുഹിയുദ്ദീൻ മാല ചൊല്ലുന്ന ഉമ്മമാർ, മുഹിയുദ്ദീൻ മാല ചൊല്ലുന്ന സഹോദരിമാർ, മുഹിയുദ്ദീൻ മാല പാടുന്ന ഉപ്പമാർ, അവർക്കത് പരിചയമുണ്ട്. അതൊന്നും പറഞ്ഞത് ഓവറായി പോയിട്ടില്ല. മുഹിയുദ്ദീൻ മാലയെ കളിയാക്കുന്ന പുത്തൻവാദികളുണ്ട്. മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞതെല്ലാം ഓവറാണെന്ന് പറഞ്ഞവരുണ്ട്. അതിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിൽ വ്യക്തമായ രേഖകളുണ്ട്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് അവിടുന്ന് ജനിച്ചത് ജീലാനി എന്ന നാട്ടിലാണ്. അവിടുന്ന് വഫാത്തായിട്ടുള്ളത് ബഗ്ദാദിലാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടികളിൽ ഇത്രമാത്രം കറാമത്ത് കാണിച്ച് ഇത്രമാത്രം അനുസ്മരിക്കപ്പെടുന്ന ഒരു പേരക്കുട്ടിയുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. ആ മഹാനവറുകളുടെ ചരിത്രങ്ങൾ മാത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം. ഇതിൽ പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നേരം വെളുക്കോളം പറഞ്ഞാലും തീരൂല, നേരം വെളുത്തിട്ട് പറഞ്ഞാലും തീരുകയില്ല. കോടമ്പയ ബാവ ഉസ്താദ് രചിച്ച ഖുതുബുൽ അഖ്താബ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഈ ഗ്രന്ഥത്തിൽ മഹാനായ മുഹിയുദ്ദീൻ ശൈഖിൻ്റെ ധാരാളം മഹത്വങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനവറുകളുടെ മഹത്വങ്ങൾ നമുക്കറിയണം. എങ്ങനെയാണ് അവിടത്തേക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത്? അവിടെയാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. അവിടുന്ന് ഒരു ഉമ്മാൻ്റെ മകനാണ്, ഒരു ഉപ്പാൻ്റെ മകനാണ്. ആകാശം ഇറങ്ങി വന്ന ആളല്ല. മഹാനവറുകളും ഒരു ഉപ്പാക്കും ഉമ്മാൻ്റെയും മകനായി ജനിച്ച മഹാനാണ്. ആ മഹാനവറുകൾക്ക് ഇത്രയും വലിയ പവറുണ്ട്. നമ്മളെ ഈ പള്ളിയിൽ ഇവിടെയും ഖുതുബത്ത് നടത്താറുണ്ട്, സോലയാറ് പള്ളിയിൽ നടക്കാറുണ്ട്, നമ്മുടെ വാൽപ്പാറ പള്ളിയിൽ നടക്കാറുണ്ട്, നമ്മളെ മഹല്ലത്തിലെ പല വീടുകളിലും ഖുതുബത്ത് നടക്കാറുണ്ട്. മുഹിയുദ്ദീൻ ശൈഖിനെ പരിചയമില്ലാത്ത ഒരൊറ്റ ആളും നമ്മളെ കൂട്ടത്തിലില്ലല്ലോ. കേരളത്തിൽ 40 ദിവസമാണ് മൗലിദ് ഓതാറുള്ളത്. ഇവിടെയും അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 30 ദിവസം റബീഉൽ അവ്വൽ മാസത്തിൽ, റബീഉൽ ആഖിറിൽ 10 ദിവസം ഓതി, അങ്ങനെ 40 ദിവസം മൗലിദ് ഓതിയിട്ട് സുബ്ഹാനല്ലാഹ് മൗലിദ് ചുറ്റുകൂടുക എന്ന് പറയും. ആ 40ൻ്റെ അന്ന് പള്ളിയിൽ പരിസരങ്ങളിൽ വലിയ പരിപാടിയായി സംഘടിപ്പിക്കാറുണ്ട്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശറഫ്ത ജീലാനാ ബിൽ മിലാദി സാകിനഹു അല്ലംത ബിൽ ഖബരി ബഗ്ദാദൻ മാകിനഹു യസൂറുഹു കുല്ലു മുസ്തഖിം വലകിനഹു ഫി ബൈതിഹി ഖദ് യുലാഖി മുഹിയുദ്ദീൻ യാ മുഹിയുദ്ദീൻ. നമ്മുടെ വാൽപ്പാറ മഹലിൻ്റെ സെക്രട്ടറി, അങ്ങനെ മറ്റു മഹലിൻ്റെ ഭാരവാഹികളൊക്കെ ഇവിടെ വന്നിരിക്കുക. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ജീലാൻ എന്ന നാട്ടിൽ ജനിച്ചതുകൊണ്ട് ആ നാടിന് ഖിയാമത്ത് വരെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതേ അല്ലംത ബിൽ ഖബരി ബഗ്ദാദൻ മാകിനഹു
അവിടുന്ന് വിശ്രമിക്കുന്നവിടെയാണ്, ബഗ്ദാദിലാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ബഗ്ദാദിലെത്തണം. സാധുക്കളായ ഞങ്ങളെ മദീനയിലെത്തിക്കണം, മക്കയിലെത്തിക്കണം, ബഗ്ദാദിലെത്തിക്കണേ അല്ലാ. ഈ തണുപ്പുള്ള രാത്രി നിന്റെ ഹബീബിനെയും അവിടുത്തെ പേരക്കുട്ടികളെയും ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ചെറിയ മക്കളുമായി വന്ന സഹോദരിമാർ, അതേ പ്രിയപ്പെട്ട ഉപ്പമാർ, പല നാടുകളിൽ നിന്നായി സദസ്സ് വിജയിപ്പിക്കാൻ വേണ്ടി വന്നവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. എൻ്റെ കൂടെ യാത്രയിൽ വാഹനം വന്ന് ബഹുമാനപ്പെട്ട PP അഷ്റഫ് ഖാൻ്റെ മകൻ അസ്ലം എന്ന സഹോദരൻ, അതേ ഷഫീഖ് സിറാജി, മുതഅല്ലിമീങ്ങൾ, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഈ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനോട് സഹകരിച്ച് സഹായിച്ച് മറുനാട്ടിലെ ആളുകൾ, മഹല്ലത്തിലെ ആളുകൾ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളെ മദദ് ഞങ്ങൾക്ക് ആഖിറത്തിലും ദുനിയാവിലും എല്ലാ രംഗത്തും നീ നൽകണേ അല്ലാ. എന്നെ പേടിച്ചോവർ ഏതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മുരീദി തമസ്സക് ബി വകും ബി വാസിഖാ അഹ്മീക ഫി ദുനിയാ വയൗമൽ ഖിയാമത്തി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ റബീഉൽ ആഖിർ മാസത്തിൽ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും എല്ലാവരും ഓതിയിരിക്കണം. എൻ്റെ ശബ്ദം ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇവിടെ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഞാനും നിങ്ങളും അവിടുത്തെ ഹദറത്തിലേക്ക് എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും പതിവാക്കണം. എവിടെ കുടുങ്ങുന്നുണ്ടോ അവിടെ എല്ലാ മഹാനവറുകൾ രക്ഷയുണ്ട്. അതാണ് അവിടുന്ന് പറഞ്ഞത്, മുരീദി തമസ്സക് ബി വകും ബി വാസിഖാ അഹ്മീക ഫി ദുനിയാ വയൗമൽ ഖിയാമത്തി. എവിടെയെല്ലാം നിനക്ക് രക്ഷ വേണോ അവിടെയെല്ലാം നിന്നെ രക്ഷപ്പെടുത്താൻ ഞാനുണ്ട്. അങ്ങനെ പറയാനുള്ള കഴിവ് എവിടുന്ന് കിട്ടിയതാണ്? 40 നൂറ്റാണ്ടോളം വഴി പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. സുബ്ഹാനല്ലാഹ്, 40 കൊല്ലമാണ് വഅദ് പറഞ്ഞത്. വിനീതനായി എന്നെ പോലത്തെ വഅദല്ല. ആ വഅദ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 40 കൊല്ലം വഅദ് പറഞ്ഞിട്ട് നന്നായി 90 കാലം ഇരുന്നോവർ. 90ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെടുത്തുവോ റബീഉൽ ആഖിർ മാസം. അന്നൊരു വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ ശേഷം, അഥവാ റബീഉൽ ആഖിർ 2ാമത്തെ വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ ശേഷം 11ാം രാവിലാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഫാത്താകുന്നത്. ആ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ പവർ കിട്ടി എന്തുകൊണ്ടാണ്? നാം എവിടെ നിന്ന് വിളിച്ചാലും വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതോ തീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും വിളിച്ചാൽ വായ് പൂട്ടുന്നതിന് മുമ്പായി ഉത്തരം നൽകാനുള്ള കഴിവ് കൊടുത്ത് ആ കഴിവുള്ള മഹാൻ അതെങ്ങനെയാണ് കിട്ടിയത്? സുബ്ഹാനല്ലാഹ്. അൽ ഖസീദത്തുൽ ഖുത്ബിയ്യ രചിച്ചത് ആരാണ്? നമ്മളെ വീട്ടിലൊക്കെ ഖുത്ബിയ്യത്ത് ചെല്ലുമ്പോൾ ആദ്യം തന്നെ വന്നിരുന്ന ഉസ്താദുമാരാരും യാ ഗൗസു യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കാറില്ല. അതിനു മുമ്പ്
കുറച്ച് ബൈത്തുകൾ ചൊല്ലാറുണ്ട്. ആ ബൈത്ത് രചിച്ചത് ആരാണെന്നറിയോ നിങ്ങൾക്ക്? കീഴക്കരയിൽ വിശ്രമിക്കുന്ന കായൽ പട്ടണത്തിൽ ജനിച്ച് കീഴക്കരയിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ആണ്. സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാരാണ്? സുബ്ഹാനല്ലാഹ്, കായൽ പട്ടണത്തിൽ ദർസ് നടത്തുമ്പോൾ അവിടെ മഹാനവറുകൾ ദർസ് നടത്തുകയാണ്. ചെറിയ ആളുകളെ നടത്തിയിട്ടുള്ളത്. മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതിൽ ശിർക്കുണ്ടായിരുന്നുവെങ്കിൽ, മുഹിയുദ്ദീൻ ശൈഖിന്റെ മഹത്വം പറയുന്ന ബിദ്അത്തായിരുന്നുവെങ്കിൽ, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെങ്കിൽ, ബഹുമാനപ്പെട്ട സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ അങ്ങനെ ഒരു പരിപാടി നടത്തൂലല്ലോ. സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ ദർസ് നടത്തുകയാണ്. ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ശിഷ്യന്മാർ അവിടുത്തെ ദർസ് ഇങ്ങനെ കേൾക്കുകയാണ്. ആ സമയം ആ നാട്ടിലാരും കണ്ട് പരിചയമില്ലാത്തൊരു സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്. നല്ല വസ്ത്രം ധരിച്ചിട്ട് ഒരു യാത്രയിൽ ഒരു അടയാളവും ആ ചെറുപ്പക്കാരനിൽ കാണാനില്ല. ദർസിൽ വന്ന് പങ്കെടുത്തു. സുബ്ഹാനല്ലാഹ്, കൂടെയുള്ളവരൊക്കെ നോക്കുകയാണ്, ഇതാരാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ദർസ് നടത്തുന്ന മുദരിസായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി, ഏർവാടിയിലേക്ക് പോകുന്നവർ കീഴക്കര പോകാറുണ്ട്. കീഴക്കര പള്ളിയുടെ മുൻവശത്ത് വിശ്രമിക്കുന്ന മാദിഹുർ റസൂൽ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാണ് മഹാനവറുകളാ ദർസ് നടത്തുന്നത്. ആ മഹാനുഭാവന് അറിയാമേ വന്നത് ആരാണെന്ന്. സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. ദർസ് നടത്തിയെല്ലാം കിഴിഞ്ഞു പോകുമ്പോൾ ഈ വന്ന ചെറുപ്പക്കാരനോട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വന്ന ചെറുപ്പക്കാരനോട് ഉസ്താദാകുന്ന സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറയണേ, ഞങ്ങളുടെ നാട്ടിൽ ഈ കായൽ പട്ടണത്തിൽ കുറച്ച് ദിവസമായി വെള്ളമില്ലാതെ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഞങ്ങൾക്ക് വെള്ളം തരണം. അതാരാണ്? ആ പറഞ്ഞത് ആരോടാണ്? സയ്യിദുനാ മലക്കു മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദർസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. ആ ദർസിൽ പങ്കെടുത്ത് പോകുമ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ദിവസമായി വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇടി, മിന്നല്, കാറ്റ്, വെള്ളം ഇതെല്ലാം ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പറയും, അത് മലക്ക് മീകാഈൽ. മീകായിൽ എന്ന മലക്കാണെന്ന് പറയൂ. ആ മീകായിൽ എന്ന മലക്കാണ് ഈ ദർസിലേക്ക് വന്നത്. ലഹൽ മുഹയ്യാറ മീകാല മസ്ജിദഹു വഹൗലഹു സ്വദഖത്തുല്ലാഹ് വഹൗലഹു ഫുഖഹാഉ സ്വദഖത്തുല്ലാഹി. അതേ കായൽ പട്ടണത്തിൽ ദർസ് നടത്തുമ്പോൾ അവിടുത്തെ മുന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ആ സമയം നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വന്നത്. മലക്കുകൾക്ക് ഏത് നല്ല വേഷത്തിലും വരാൻ കഴിയും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. ഇവിടെ ഉള്ള ഒരു സ്വിച്ച് ഇട്ടാൽ ഈ ലൈറ്റെല്ലാം കത്തുകയാണ്. അത് പ്രകാശത്തിൻ്റെ പവറാണ്. എന്നാൽ ഈ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ അവർക്ക് ഒരു വിഷമവും ഉണ്ടാവൂല. ഏത് സ്ഥലത്തേക്കും എത്തിപ്പെടാൻ കഴിയും. സംശയിക്കേണ്ടതില്ല. ഖബറടക്കം കഴിഞ്ഞാൽ അതേ ഖബറ് അതാ മൂടുകല്ല് വെച്ച് മൂടിയിട്ട് അതേ ഓരോ കേപ്പുകളും അടക്കുകയാണ്. അതേ അവിടെ ഇലകൾ വെച്ച് അടക്കുകയാണ്. എന്നിട്ട് ഭദ്രമായി ആ മൂടുകല്ലിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടിയിട്ട് ഒരു ഉറുമ്പിന് പോലും അതിൻ്റെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത രൂപത്തിൽ
രൂപത്തിൽ ഖബറുകളെ ഭദ്രമാക്കിയിട്ട് നാം ഇങ്ങോട്ട് തിരിച്ചു പോന്നാൽ ആർക്കും സംശയം വേണ്ട. ആ ഖബറിലേക്ക് എങ്ങനെയാണ് മലക്കുകൾ പോകുക? അവർ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. പ്രകാശത്തിന് ഏത് സ്ഥലത്തേക്കും പോകാനൊരു പ്രയാസമില്ലല്ലോ. ആ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ, അതേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം എത്ര ആളുകൾ റൂഹാണ് പിടിക്കുന്നത്? എങ്ങനെയാ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം കഴിയുന്നെന്ന് സംശയിക്കേണ്ടതില്ല. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ്. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകളാണ്. അവർക്ക് ഏത് നല്ല രൂപത്തിലും അവർക്ക് വരാൻ കഴിയും. അതേസമയോ ജിന്ന് എന്ന സാധനമുണ്ട്, അത് തീ കൊണ്ട് പടക്കപ്പെട്ടതാണ്. അത് നല്ല വേഷത്തിലും വരും, വടക്കട്ട വേഷത്തിലും വരും. അതുകൊണ്ട് നമ്മളെ വീടുകളിൽ വല്ല പാമ്പുകളോ മറ്റോ കണ്ടാൽ വിശ്വാസികളുടെ വീടുകളിൽ സ്വാലിഹീങ്ങളായ ജിന്നുകൾ വന്ന് കയറിയിറങ്ങും. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ആ പാമ്പിന് തച്ച് കൊല്ലാൻ പാടില്ല. 3 പ്രാവശ്യം ആ പാമ്പിനോട് ഉഖ്റുജ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടില്ല എങ്കിൽ ഫഖ്തുലൂഹു ഫഇന്നമാ ഹുവ ശൈത്താൻ, അത് നിങ്ങളെ ശല്യം ചെയ്യാൻ വന്ന ശൈത്താനാണ്. നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്തോളൂ. അല്ലാത്തവരാണെങ്കിൽ അവർ മെല്ലെ ഇറങ്ങിപ്പോയിക്കോളുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദിഹായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. കീഴക്കരയിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ രചിച്ച ഖുത്ബിയ്യത്തിന്റെ ബൈത്ത് നമ്മളെ വീട്ടിൽ ചൊല്ലിയിട്ടാണ്, അതിലേകദേശം ബൈത്തുകൾ ചൊല്ലിയിട്ടാണ് അതേ ഉസ്താദുമാർ നിന്നുകൊണ്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട്, ലൈറ്റ് ഓഫാക്കേണ്ട വിളിക്കാം. ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട ഈ ഖുത്ബിയ്യത്ത് രാത്രിയേ ചെല്ലാവൂ എന്നല്ല. രാത്രി ചൊല്ലുമ്പോൾ അതിന് ഭക്തി കൂടും, ഒന്നും കൂടി ഒരു ആത്മാർത്ഥത ഉണ്ടാകും. അതുകൊണ്ട് രാത്രി പതിവാക്കി. എല്ലാ സ്ഥലത്തും പകല് ഖുത്ബിയ്യത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ പാടില്ല. ലൈറ്റ് ഓഫാക്കിയില്ല, അത് വലിയൊരു കുറ്റമായിട്ട് ആരും കാണേണ്ടതില്ല. അതൊക്കെ ഓഫാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ വേറെ എവിടേക്കും പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ പറഞ്ഞത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയാൽ മതി. ആകയാൽ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുത്ബിയ്യത്തിന്റെ ബൈത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ച് വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ. ആ മഹാനുഭാവനാണ് എഴുതി വെക്കുന്നത്. ഇത്രയും വലിയ മഹത്വം എങ്ങനെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിട്ടിയത്? ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അഅതാക മിൻ ഖുദ്റത്തിൻ ما شئت من مستطاع فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محي الدين. صلوا يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. അല്ലാഹുവേ, ഖൗസുല്ലാതെ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് അവിടുത്തെ മദതുള്ള സദസ്സാക്കി ഞങ്ങളെ സദസ്സിനെ നീ അലങ്കരിക്കണേ അല്ലാ, ഭംഗിയാക്കി തരണേ അല്ലാ. ബഹുമാനപ്പെട്ടവര് പറയണേ, ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാ. ജീലാനി എന്ന നാട്ടിൽ നല്ലൊരു ഉമ്മാന്റെ മകനായി, നല്ലൊരു ഉപ്പാന്റെ മകനായി ജനിച്ചോടം മുതൽ അതേ
റബ്ബിൻ്റെ അടിമയാണെന്ന ബോധത്തോടുകൂടി ജീവിതത്തെ ക്രമീകരിച്ചപ്പോൾ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു ഫർദ് പോലും ഒഴിവാക്കാതെ, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ, ഒരു സുന്നത്ത് നോമ്പും ഒഴിവാക്കാതെ എല്ലാ നിലക്കും അങ്ങ് അധ്വാനിച്ചപ്പോൾ, സത്യം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയപ്പോൾ, ധർമ്മം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയപ്പോൾ, ഇഖ്ലാസ് കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയപ്പോൾ, തഖ്വ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയപ്പോൾ, വിനയം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയപ്പോൾ, അതിലേറെ മഹബ്ബത്തു റസൂലില്ലാഹ്, നബി തങ്ങളോടുള്ള അതിയായ സ്നേഹം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയപ്പോൾ, എല്ലാ വാലികളും ഓരോ നബിവാ ഞാൻ എൻ്റെ സീബാവ കൽവാശി എന്നോവർ. ഓരോ വലിയനും ഒരു പിടുത്തമുണ്ട്. അത് ഓരോ പ്രവാചകന്മാരുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ എൻ്റെ പിടിവള്ളി ആരാണ്? അത് എൻ്റെ ഉപ്പാപ്പയായ ബദറുൽ കമാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് ജീവിച്ചപ്പോൾ അഅ്താക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാ. എന്തെല്ലാം വിഷയത്തിൽ അങ്ങക്ക് കഴിവ് വേണോ ആ വിഷയത്തിലെല്ലാം റബ്ബ് അങ്ങക്ക് കഴിവ് തന്നിട്ടുണ്ട്. ആ നിലക്കാണ് നാം ചോദിക്കുന്നത്, ആ നിലക്കാണ് നാം പറയുന്നത്. ജലസ യൗമൻ യഇദുന്നാസ്. ഈ കിതാബിൽ നീ ചരിത്രം കാണാം. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ 40 കൊല്ലം വഅദ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 40 കൊല്ലം വഅദ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വകാനത്തിർരീഹു ആസിഫാ, കാറ്റ് ശക്തമായി അടിച്ചു വീശുന്നുണ്ട്. കാറ്റ് ശക്തമായി അടിച്ചു വീശുന്നുണ്ട്. കാറ്റിങ്ങനെ അടിച്ചു വീശുമ്പോൾ ഫമറത്ത് അലാ മജ്ലിസിഹി ഹദ്അത്തുൻ ത്വായിറാ. അതേ അവിടുന്ന് വഅദ് പറയുന്ന സദസ്സിലതാ ഒരേ പരുന്തിങ്ങനെ പാറിക്കളിക്കുകയാണ്. ഈ സദസ്സിലേക്കൊരു പരുന്തിങ്ങനെ ഇവിടെ പാറിക്കളിച്ചാൽ എൻ്റെ ശ്രദ്ധയും വഅദ് കേൾക്കുന്ന നിങ്ങളെ ശ്രദ്ധയും ആ പരുന്തിലേക്കായി പോകുമല്ലോ. ഫസ്വാഹത്ത് വന്നൂന്ന് മാത്രമല്ല, ആ പരുന്ത് അട്ടഹസിക്കുകയാണ്, ശബ്ദമുണ്ടാക്കുകയാണ്. വശവശത്ത് അലൽ ഹാദിരീന മാഹും ഫീ. മുഹിയുദ്ദീൻ ശൈഖിൻ്റെ ഉപദേശം കേൾക്കുന്ന ആളുകൾക്ക് അതേ ശല്യമാവുന്ന രൂപത്തിൽ ഈ പരുന്തപടങ്ങനെ കടന്ന് കളിക്കുമ്പോൾ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് ഒരൊറ്റ വിളിയാണ്. ആരെയാ വിളിച്ചത്? സദസ്സിൽ ഒരാളെയും വിളിച്ചിട്ടില്ല. ഒരു മനുഷ്യനെയല്ല വിളിച്ചത്, ഒരു ജിന്നിനെയല്ല വിളിച്ചത്, അതേ ഒരു മലക്കിനല്ല വിളിച്ചത്. മുഹിയുദ്ദീൻ ശൈഖ് സ്റ്റേജിൽ നിന്നൊരൊറ്റ വിളിയാണ്. യാരീ ഖുദീ റഅസ ഹാദിഹിൽ ഹദ്ആ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളി ആരെയാണ്? കാറ്റിനെയാണ് വിളിക്കുന്നത്. മുഹിയുദ്ദീൻ ശൈഖ് അവിടുത്തെ നാവ് കൊണ്ട് വിളിക്കുകയാണ്. യാ റീഹ്, ഓ കാറ്റേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സദസ്സിനെ അലങ്കോലപ്പെടുത്തുന്ന ഈ പരുന്തിൻ്റെ തല തൽക്കാലം നീ ഒന്ന് പിടിക്കണേ എന്നാണ് കാറ്റിനോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നടക്കുമോ സംഭവം? അങ്ങനെ പറഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു?
فوقعت في ناهيا ورأسها في ناهيا. പറഞ്ഞു കഴിഞ്ഞില്ല. ആ പരുന്തിന്റെ തല ഒരു ഭാഗത്തും അതിൻ്റെ ജഡം മറ്റൊരു ഭാഗത്തേക്കും തെറിച്ച് വീണുപോയി. തെറിച്ച് വീണപ്പോൾ ഇത് കാണുന്നത് ആരാണ്? അവിടുത്തെ വഴുത് കേൾക്കുന്ന ആളുകളാണ്. അവരെ കൂട്ടത്തിൽ ഒരാൾക്ക് തോന്നിയാൽ മതി, മുഹീദ്ദീൻ ശൈഖ് ഈ ജീവിയോട് എന്തൊരു ദ്രോഹമാണ് കാണിച്ചത്. അത് മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് അവിടെ ഒരുമിച്ചുകൂടി ആളുകൾക്ക് പ്രകടമാക്കി കൊടുക്കാൻ വേണ്ടി റബ്ബ് പറഞ്ഞയച്ചതല്ലേ. മുഹീദ്ദീൻ ശൈഖ് വഅദ് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റേജിൽ നിന്നിറങ്ങി എവിടേക്കാണ് ആദ്യം പോയത്? ആ ചത്ത് കിടക്കുന്ന തല ഒരു ഭാഗത്തും ജഡം മറ്റൊരു ഭാഗത്തുമായി കിടക്കുന്ന ആ ജീവിയുടെ സമീപത്ത് ചെന്നു. അതിൻ്റെ തലയെടുക്കുകയാണ്. എന്നിട്ട് ഈ ജഡത്തിൽ വെക്കുകയാണ്. അവിടുത്തെ ഷർഫാക്കപ്പെട്ട കയ്യുകൊണ്ട് ഒന്നിങ്ങനെ തടവിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റ് ചൊല്ലിയിട്ട് ആ കയ്യുകൊണ്ട് അതിൻ്റെ ജഡമൊന്നിങ്ങനെ തടവിക്കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? സുബ്ഹാനല്ലാഹ്, ഫഹയ്യത്ത് നേരത്തെ ഉണ്ടായതുപോലെ അതാ ജീവൻ തിരിച്ചു കിട്ടുകയാണ്. വതാറത്ത് അത് പറന്നു പോകുകയാണ്. വന്നാസു യുശാഹിദൂന ദാലിക അവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ ആളുകളും ഈ കറാമത്ത് അവരെ കണ്ണുകൊണ്ട് കാണുകയാണ്. ചത്തേച്ചാകത്തിന് ജീവനേടിച്ചാറ് ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ കോഴിയുടെ മുള്ളോട് കുകന്ന് ചൊന്നാറ് കൂകാതെ കൂക്കിപ്പറപ്പിച്ച് വിട്ടോവർ. മുഹീദ്ദീൻ മാലയിൽ കോഴിക്കോട്ട് ജനിച്ച ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നേ പേരുള്ളവർ കുറവായതൊക്കെയും നോക്കിയെടുത്തോവർ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അറബിയിലാണ് പറഞ്ഞത്. അവർ ചൊന്ന ബൈത്തിനും ബഹജാ കിതാബിനും അങ്ങനെ തക്മീല തന്നെയെന്നും കണ്ടോവർ. ബഹജ എന്ന കിതാബും അതുപോലെ കിതാബുകളൊക്കെ നോക്കിയിട്ട് കോഴിക്കോട്ട് ഖാദിമാരിൽ പ്രമുഖനായ മഹാനാണ് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ആ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് അറബി മലയാളത്തിൽ അതേ മുഹീദ്ദീൻ മാലയിൽ തമിഴ് ഭാഷയുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വ്യത്യസ്തമായ ഭാഷകളിലൂടെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തലോടൊപ്പം നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്യങ്ങളാണ്. അതേ അറബി മലയാളത്തിലാണെങ്കിലും അതിൽ തമിഴ് ഭാഷ വരുന്നത് കാണാം, പല ഭാഷകളും അതിൽ വരുന്നത് കാണാം. ബഹുഭാഷ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ചില്ലേ ചത്തേച്ചാകത്തിന് ജീവനേടിച്ചാറ് ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ. അതാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനുഭാവന് അല്ലാഹു തആല അത്രയും വലിയ മഹത്വം കൊടുത്തത് അവിടുന്ന് അങ്ങനെ ജീവിച്ചപ്പോൾ അവിടത്തേക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തു. അവിടുത്തെ കറാമത്തുകൾ, അവിടുത്തെ മഹത്വങ്ങൾ പറയാൻ ധാരാളം നമുക്ക് പറയാനുണ്ട്, കേൾക്കാനുണ്ട്. അവിടുന്ന് അല്ലാഹുവിൻ്റെ
അടിമയാണെന്ന് ബോധത്തോടുകൂടി ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങിയപ്പോൾ ആരെന്ത് വിഷയം വന്ന് പറഞ്ഞാലും അതിനെല്ലാം പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മാറുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹത്വങ്ങൾ ധാരാളമാണ്, അവിടുത്തെ കറാമത്തുകൾ ധാരാളമാണ്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ എതിര് പിന്നെ സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? ആ നാവ് കൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല, ആ നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞിട്ടില്ല, ആ നാവ് കൊണ്ട് ഫിത്തന പറഞ്ഞിട്ടില്ല. ആ നാവ് ദിക്റ് കൊണ്ട് പച്ച പിടിച്ചതാണ്, ആ നാവ് കൊണ്ട് സ്വലാത്ത് കൊണ്ട് പച്ച പിടിച്ചതാണ്, ആ നാവ് ഖുർആനോത്ത് കൊണ്ട് പച്ച പിടിച്ചതാണ്, ആ നാവ് നല്ലത് കൊണ്ട് പച്ച പിടിച്ചതാണ്. ആ നാവ് കൊണ്ടൊരു കാര്യം പറയുമ്പോൾ അതിനെതിരൊരിക്കലും സംഭവിക്കുകയില്ല. മസാല അബ്ദി بالنوافل يقرب حتى أكون له يدا والأرجلا والسمع منه ثم عينا باصرا أي مثل ذلك في المطالب هرولا. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഔലിയാഇന്റെ റൂട്ടിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഹിദായത്തുൽ അദ്കിയാ ഇലാ തരീഖിൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഫർള് എന്തായാലും ഉണ്ട്. അതിൻ്റെ പുറമെ സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം, അതേ ദുഹറിൻ്റെ മുമ്പ് 4 റക്അത്തുണ്ട്, ദുഹറിൻ്റെ ശേഷം 4 റക്അത്തുണ്ട്, അസറിന് മുമ്പ് 4 റക്അത്തുണ്ട്, മഗ്രിബിൻ്റെ മുമ്പ് 2 റക്അത്ത്, മഗ്രിബിൻ്റെ ശേഷം 2 റക്അത്ത്, ഇശാഇൻ്റെ മുമ്പ് 2, ഇശാഇൻ്റെ ശേഷം 2, 11 റക്അത്ത് വിത്ർ. അത് കഴിയുന്നവരൊക്കെ ചെയ്യണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അതേ ദുഹാ നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കുന്നവരാവണം. പറ്റുന്നവരൊക്കെ രാത്രി സമയങ്ങളിൽ സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം. നമ്മളെ കൂട്ടത്തിൽ എത്രയോ നല്ല ഉമ്മമാർ, നല്ല സഹോദരിമാർ, നല്ല മുഅ്മിനീങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഫർളായ കാര്യങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. സുന്നത്തായ കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ ഫർളിൻ്റെ പുറമെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് ഒരാൾ അടുക്കുമ്പോൾ അവരുടെ കയ്യിന് ഞാൻ വലിയ പവർ കൊടുക്കും, അവരെ കാലിന് ഞാൻ വലിയ പവർ കൊടുക്കും, അവരെ നാവിന് ഞാൻ വലിയ മഹത്വം കൊടുക്കും, അവരെ കണ്ണിന് ഞാൻ വലിയ മഹത്വം കൊടുക്കും, അവരെ ചെവിക്ക് ഞാൻ വലിയ മഹത്വം കൊടുക്കും, അവരുടെ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ വലിയ മഹത്വം കൊടുക്കും. അതാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത്. മസാല അബ്ദി ബിന്നവാഫിലി യഖറുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ വസ്സംഅ മിൻഹു ثم عينا باصرا أي مثل ذلك في المطالب هرولا. ആർക്കും സംശയമില്ല, ഒരൊറ്റ സുന്നിയും സംശയിക്കേണ്ടതില്ല. ഈ സിംഗോനെന്ന് വിളിച്ചാൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ എത്തുന്ന ബഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ശൈഖ് അങ്ങനെയാണത് കേൾക്കുക. നമുക്കാർക്കും സംശയമില്ല. അവരുടെ ചെവി എൻ്റെ ചെവിയല്ല, അവരുടെ ചെവി നിങ്ങളെ ചെവിയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവിക്ക് ഇല്ലാത്തൊരു പ്രത്യേകത, നിങ്ങളെ ചെവിക്കില്ലാത്തൊരു പ്രത്യേകത അവരെ ചെവിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് കേൾക്കാൻ കഴിയും, അവർക്ക് ഉത്തരം നൽകാൻ കഴിയും. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുന്ന് അങ്ങനെ ജീവിച്ചു. ഖദ് ഖുംത ബിസ്ദിഖി വൽ ഇഖ്ലാസി വസ്സുഹദി വൽ ഇജ്തിഹാദി വഫി الوعد والعهد فكل أهل التقى والزهد والجود يدعوك يا غوث الله محي الدين يا محي الدين
യാ മുഹയ്യദ്ദീൻ യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അല്ലാഹുവിൻ്റെ അടിമയാണെന്ന ബോധത്തോടുകൂടി ഒരൊറ്റ കറാഹത്ത് പോലും ചെയ്യാതെ, ഉദാഹരണം പറഞ്ഞാൽ മുമ്പിലേക്ക് തുപ്പാൻ പാടില്ല, തുപ്പിയാൽ അതുകൊണ്ട് ശിക്ഷ ഉണ്ടാവുകയില്ല. വലത്തോട്ട് തുപ്പാൻ പാടില്ല, ഒരാൾ വലത്തോട്ട് തുപ്പിയാൽ അതുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ ശിക്ഷ ഉണ്ടാകൂല. പക്ഷേ അങ്ങനെയുള്ളൊരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തുപ്പുകയാണെങ്കിൽ അത് ഇടത് ഭാഗത്തേക്ക് തുപ്പണം. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് ധരിക്കണം, ചെരുപ്പ് ഊരുമ്പോൾ ഇടത്തേ കാലത്ത് ഊരണം. അതിന് എതിര് ചെയ്താൽ കറാഹത്താണ്. വലത്തേ ചെരുപ്പിടുന്നതിന് പകരം ഇടത്തേ ചെരുപ്പിട്ടാൽ അവിടെ ഒരു കറാഹത്ത് വരും. വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൈ മുന്തിക്കണം, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലെടുത്ത് വെക്കണം, പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഇടത് കാലെടുത്ത് വെക്കണം. അതേ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലെടുത്ത് വെക്കണം. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആരും സംശയിക്കരുത്, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടത് കാലെടുത്താണ് വെക്കേണ്ടത്. അത് ഹജ്ജിന് പോകുകയാണെങ്കിലും ഉംറക്ക് പോവുകയാണെങ്കിലും ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് വരികയാണെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല് വെക്കുന്നത് പോലെ വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാലാണ് വെക്കേണ്ടത്. പള്ളിയിൽ നിറങ്ങുന്ന ആൾ ഇടത് കാല് വെക്കണം. അതേപോലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇടത് കാലാണ് എടുത്ത് വെക്കേണ്ടത്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം നിങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം. എന്നാൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇടത് കാലെടുത്ത് വെക്കണം, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലത് കാല് വെക്കണം. അപ്പോൾ പിന്നെ സംശയമില്ല. ഈ സിസ്റ്റം വീട്ടിൽ സ്വീകരിക്കാൻ പാടില്ല. വീട്ടിലേക്ക് പോകുമ്പോൾ വലത് കാലെടുത്ത് വെക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലെടുത്ത് വെക്കണം, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലെടുത്ത് വെക്കണം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലെടുത്ത് വെക്കണം, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇടത് കാലെടുത്ത് വെക്കണം, ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലത് കാല് വെക്കണം. ഇങ്ങനെയാണ് വിഷയങ്ങൾ അറിയേണ്ടത്. ആകയാൽ ഇങ്ങനെ വരുന്ന ഒരു സുന്നത്തിൻ്റെ എതിര് പോലും ചെയ്യാതെ ജീവിതത്തെ ക്രമീകരിച്ച മഹാൻ അതാണ് പറഞ്ഞത്, നന്നായി 90 കാലം മീരുന്നോവർ. നന്നായി എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ 90 വയസ്സ് വരെ ജീവിച്ച ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സുബ്ഹാനല്ലാഹ്, മഹാനവർകൾ വഅദ് പറയുകയാണ്. കാല ഷെയ്ഖ് അദീ ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു പറയാണ്, അംതറത്തിസ് സമാഉ മർറാ വശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യതകല്ലമു. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ മഴ ഇങ്ങനെ പെയ്യുകയാണ്. ഈ സദസ്സിൽ ഇപ്പോൾ മഴ പെയ്താൽ എന്നെ കൊണ്ട് മഴ നിർത്താൻ കഴിയൂല. അല്ലാഹു നമുക്കെല്ലാം അനുകൂലമാക്കി തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ ധാരാളം ആളുകൾ പങ്കെടുത്ത സദസ്സാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ശക്തമായ മഴ പെയ്യുകയാണ്. മഴ പെയ്താൽ ആളുകൾ സ്വാഭാവികമാണ് ആ സദസ്സിൽ നിന്ന് മാറി നിൽക്കും. ഫതഫറഖ ബഅദു അഹ്ലിൽ മജ്ലിസ്, ആ സദസ്സിൽ നിന്ന് ഏതാനും ചില ആളുകൾ അങ്ങോട്ട് മാറി നിൽക്കാൻ തുടങ്ങി. ആ സമയം മുഹയ്യിദ്ദീൻ ശൈഖ് പോകുന്ന ആളുകളോട് എവിടേക്കാ നിങ്ങൾ പോകുന്നത്, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഫറഫഅ റഅസഹു നഹ്വസ്സമാ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഫാക്കപ്പെട്ട തല ഒന്ന് ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് ആ വഅദിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് മഹാനവർ ഒറ്റ വാക്ക് പറയുകയാണ്, അന അജ്മഉ അലൈക വഅൻത തുഫർരിഖു അലയ്യ കദാ ഖാൽ. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖിന്റെ സംസാരം എന്താണ്? അന അജ്മഉ അലൈക, ഞാൻ നിന്നിലേക്ക് ആളെ
ആളെ കൂട്ടുകയാണ്. എൻ്റെ വയത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ നിൻ്റെ ദീനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിൻ്റെ ദീനിലേക്ക് ഞാൻ ആളെ കൂട്ടുകയാണ്. വഅന്ത തുഫർരിഖു അലയ്യ, മഴ പെയ്യിപ്പിച്ചെങ്ങാണ്ട് ഈ ആളുകളെ ഈ സദസ്സിൽ നിന്ന് നീ വിട്ടുപിരിക്കുകയാണോ റബ്ബേ? ഇത്ര മാത്രമേ ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു? ഫസക്കത്തൽ മതുറു അനിൽ മജ്ലിസി, ആ സദസ്സിൽ വെള്ളം വരുന്നില്ല, ആ സദസ്സിൽ മഴയില്ല. വബഖിയ അലാ അലിഹി യഖൗ ഖാരിജൽ മദ്റസ. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് വഅദ് പറയുന്ന ആ മദ്രസയുടെ പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. വലാ യഖ്തുറു അലൽ മജ്ലിസി ഖത്റത്തുൻ വാഹിദ, ആ സദസ്സിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല. ഇതവിടുത്തെ കറാമത്താണ്, ഇതവിടുത്തെ മഹത്വമാണ്, ഇതവിടുത്തെ ബഹുമാനമാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, കമ്മിൻ കറാമാതിമി ഹഖിൻ ളഹറത് മുനീറതൻ ഫീ ഖുലൂബിൽ ഖൽഖി ഖദ് സഹറത് കമുഅ്ജിസാതി നബിയിൻ ഫിൽ വാറത്തറത് യാ മൻ ദഅ റബ്ബു യാ മുഹയ്യിദ്ദീൻ. ഹബീബായ നബിയിൽ നിന്ന് ധാരാളം മുഅ്ജിസത്തുകൾ ഉണ്ടായതുപോലെ അവിടുത്തെ പേരക്കുട്ടിയായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളിൽ നിന്ന് ധാരാളമായി കറാമത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ അടിമയാണെന്ന ബോധത്തോടുകൂടി അങ്ങ് ജീവിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് അവിടുത്തേക്ക് റബ്ബ് തആല ധാരാളം മഹത്വങ്ങൾ കൊടുത്തു. അവസാനം വഫാത്തായതും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നാം കാത്തുകൊണ്ടിരിക്കുന്ന സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരും. ഇതുപോലെയുള്ള റബീഉൽ ആഖിർ മാസം ഞാൻ പറഞ്ഞല്ലോ, മഹാനവറുകൾ നമ്മോട് വിട പറയുന്നത് റബീഉൽ ആഖിർ 10 അസ്തമിച്ചിട്ട് 11-ാം രാവിനാണ് ബഹുമാനപ്പെട്ടവർ നമ്മോട് വിട പറയുന്നത്. അവസാന സമയമായപ്പോൾ മഹാനവറുകൾക്ക് രോഗം പിടിവരുകയാണ്. പക്ഷേ ആ രോഗം പിടിപെട്ടു എന്ന കാരണം കൊണ്ട് ഒരു ഡോക്ടറെയും സമീപിക്കാൻ നിന്നില്ല, ഒരു മരുന്നും കുടിക്കാൻ നിന്നില്ല. എല്ലാം റബ്ബിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി ആ സമയം അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് എന്ന മാനവറുകൾ വരികയാണ്. മുഹയ്യിദ്ദീൻ ശൈഖിൻ്റെ മക്കളെ പേരുകളൊക്കെ നല്ല പേരുകളാണ്. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് നല്ല പേരിടണം. ആൺകുട്ടികളായാൽ മഹാന്മാരുടെ പേരിടണം, പെൺകുട്ടികളായാൽ മഹതിമാരെ പേരിടണം. ആ നിലക്ക് നല്ല നിലക്ക് മക്കളെ വളർത്തണം. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെയും ഇവിടെ ഒരുമിച്ച് കൂടിയ സർവരുടെയും മക്കള് പേരമക്കളെല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം നല്ല മക്കളെ നീ നൽകണം റഹ്മാനേ. അബ്ദുൽ അസീസ് എന്ന മകൻ ബാപ്പാന്റെ സമീപത്തേക്ക് വരികയാണ്. ബാപ്പാനോട് വന്നിട്ട് ബാപ്പാന്റെ ചില വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന മറുപടി എന്താണ്? മരണത്തെ മുഖാമുഖമായി കാണുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് പറയണേ, ലാ യസ്അലുനി അഹദുൻ അൻ ശൈ, എന്നോട് ഒരാളും ഒന്നും ചോദിക്കേണ്ടതില്ല. അനാ തഖല്ലബു ഫീ ഇൽമില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിൻ്റെ തീരുമാനത്തിന് വഴിപ്പെടുകയാണ്. ഇന്ന മറദീ ലാ യഅലമു അഹദ് വലാ യഅഖിലുഹു അഹദ്, എൻ്റെ രോഗം എന്താണെന്ന് ഒരാൾക്കും അറിയില്ല, അതൊരാൾക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അബ്ദുൽ അസീസ് എന്ന മോനെ തിരിച്ചയച്ചു. വസഅലഹു ഇബ്നുഹു ശൈഖ് അബ്ദുൽ ജബ്ബാർ, രണ്ടാമത്തെ മോൻ്റെ പേരാണ് അബ്ദുൽ ജബ്ബാർ.
ജബ്ബാർ. അബ്ദുൽ ജബ്ബാർ എന്ന മോന് വരികയാണ്. ബാപ്പാനോട് ചോദിക്കുന്നു, മാതാ യുലിമുക മിൻ ജിസ്മിക, ബാപ്പാ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്താണ് വേദനയുള്ളത്? ബാപ്പ പറയുകയാണ്, ബാപ്പ ആരാണ് ഞാൻ ഇതുവരെ പറഞ്ഞു തന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. മഹാനവറുകൾ പറയുകയാണ്, ജമീഉ അഅ്ദാഇ തുലിമുനി, ഓ അബ്ദുൽ ജബ്ബാർ, എൻ്റെ എല്ലാ അവയവങ്ങൾക്കും വേദനയുണ്ട്. വേദനയില്ലാത്തൊരൊറ്റ അവയമേ ഉള്ളൂ, അതേതാണ്? ഇല്ല ഖൽബി, എൻ്റെ ഹൃദയത്തിന് ഒരു വേദനയും ഇല്ല. ഫമാ ബിഹി അലമൂൻ, ആ ഹൃദയത്തിനൊരു വേദനയും ഇല്ല. വഹുവ മഅല്ലാഹി അസ്സ വജൽ, അത് റബ്ബിൻ്റെ ദിക്റിലാണ്, അത് റബ്ബിൻ്റെ ശുക്റിലാണ്, അത് റബ്ബിൻ്റെ ഫിക്റിലാണ്. എൻ്റെ ഖൽബിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അബ്ദുൽ ജബ്ബാറേ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഇതങ്ങ് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ മകൻ വരികയാണ്. ആ മകന്റെ പേരെന്താണ്? അബ്ദുൽ വഹാബ്. ആദ്യം വന്ന മകന്റെ പേര് അബ്ദുൽ അസീസ്, രണ്ടാമത് വന്ന മകന്റെ പേര് അബ്ദുൽ ജബ്ബാർ, മൂന്നാമത് വന്ന മകന്റെ പേര് എന്താണ്? അബ്ദുൽ വഹാബ്. ആ മകൻ വന്നിട്ട് ബാപ്പാനോട്, വഫാത്താകാൻ വേണ്ടി കടക്കുന്ന ബാപ്പയല്ലേ, ബാപ്പാനോട് ചില ഉപദേശങ്ങൾ തേടുകയാണ്. ആ ഉപദേശം കേട്ടോ നിങ്ങൾ? ഇങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, അങ്ങനെയാണ് മരുമക്കളെ വളർത്തേണ്ടത്, അങ്ങനെയാണ് പേരമക്കളെ വളർത്തേണ്ടത്. അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുൽ വഹാബ് എന്ന മോനോട് പറഞ്ഞു കൊടുക്കുന്നു, അലൈക ബിത്തഖ്വല്ലാഹ്, മോനെ റബ്ബുണ്ട് നോബോധത്തോടുകൂടി റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. ആ റബ്ബിനെ വഴിപ്പെടാതെ നീ ജീവിക്കരുത്. അല്ലാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. ലോകം അത് സ്വമേധയാ ഉണ്ടായതാണ്, ഇതിൻ്റെ പിന്നിലൊരു ശിട്ടാവില്ല എന്ന് റബ്ബിനെ കളിയാക്കുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിലൊന്നും നീ പെട്ടുപോകരുതേ മോനെ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം, ആ റബ്ബിന് വഴിപ്പെടണം. വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, നീ പേടിക്കേണ്ടത് റബ്ബിനെയാണ്. ഒരു മുതലാളിയും നീ പേടിക്കണ്ട, ഒരു രാഷ്ട്രീയക്കാരൻ നീ പേടിക്കണ്ട, അതേ ഒരു പ്രമാണിയും നീ പേടിച്ചുകൊണ്ട് ദീന് പറയാതിരിക്കണ്ട. ഒരു പുത്തൻവാദിയും പേടിച്ചുകൊണ്ട്, ഒരു നിരീശ്വരവാദിയെ ഭയന്നുകൊണ്ട് നീ ആശയം പറയാതിരിക്കണ്ട. വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരാളെയും നീ പേടിക്കേണ്ട. വലാ തർജു അഹദൻ സിവല്ലാഹ്, ഒരാളെയും നീ ആഗ്രഹിക്കേണ്ടതില്ല, അല്ലാഹുവിനെയാണ് നീ ആഗ്രഹിക്കേണ്ടത്. അതേ വഖിലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹി അസ്സ വജല്ല, നിന്റെ ആവശ്യങ്ങളെല്ലാം റബ്ബിലേക്ക് ഏൽപ്പിക്കണം, അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം. മകളെ കെട്ടിക്കാനുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യാന്ന് ബേജാറാകേണ്ടതില്ല. ആ മകളെ തന്നവനാരാണ്? ആ മകളെ പോറ്റിയവനാരാണ്? അവരിലേക്ക് നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ. വക്കിലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹി അസ്സ വജല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നുണ്ട്. ചെറുപ്പക്കാരനായ സയ്യിദാണ്. ഞാൻ വരുമ്പോൾ ആലിയാർ വെച്ച് അദ്ദേഹത്തെ കണ്ടു. നേരത്തെ ഞങ്ങൾ പരിചയമുണ്ട്. ബാഅലവി സാദാത്യങ്ങളിൽപ്പെട്ട, ബാഅലവി കുടുംബത്തിൽപ്പെട്ട, കേരളത്തിൽ ഒരുപാട് ആത്മീയ മജ്ലിസുകളിലേക്ക് നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് അവറുകളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله
ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുക. സുബ്ഹാന ജല്ല ജലാലുഹു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മകൻ അബ്ദുൽ വഹാബിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്, നിൻ്റെ ആവശ്യങ്ങളെല്ലാം റബ്ബിലേക്ക് ഏൽപ്പിക്കണം, സിട്ടികളിലേക്ക് നീ നിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കരുത്. ഇനി എന്ത് ചെയ്യുന്നു ബേജാറാകേണ്ടതില്ല. മകളെ കല്യാണം നിശ്ചയിച്ചാൽ ഒരു വീട് പണി നടക്കുന്നുണ്ടത് പൂർത്തിയാകണം. എല്ലാം ആദ്യം ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ അള്ളാഹു അതിൻ്റെ എല്ലാ വഴികളും നമുക്ക് ഫതഹാക്കി തരും. ഇതാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മകൻ അബ്ദുൽ വഹാബിൻ എന്നിവരോട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് ഞാൻ പറഞ്ഞതുപോലെ റബീഉൽ ആഖിറിലെ 11ാം രാവ് അന്നൊരു വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി മഹാനവറുകൾ വഫാത്താകുകയാണ്. വഫാത്താകാൻ വേണ്ടി കിടക്കുമ്പോൾ ഫകാന മുതഅക്കിദൻ മിൻ ഹൈനൂനത്തി അജലിഹി വമുസ്തഇദ്ദൻ ലിഹുസ്നി റഈലിഹി. മഹാനവറുകൾ യാത്രക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അവർക്ക് മഹാന്മാർക്കറിയാം ഞാൻ ഇന്ന സമയത്താണ് മരിക്കുക, എൻ്റെ റൂഹ് പിടിക്കാൻ ഇന്ന സമയത്ത് മലക്കുൽ മൗത്ത് വരും എന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തവർക്ക് അവർക്ക് ഒരുങ്ങാൻ കഴിയും. മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയാം എൻ്റെ മരണം ഏത് സമയത്ത് നടക്കുമെന്ന്. കാരണം അങ്ങനെ ജീവിച്ച ആളുകളല്ലേ, അവർക്കെന്തേ ഒന്നും അറിയാൻ കഴിയാത്തത്, എല്ലാം അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വഫാത്താകുമ്പോൾ മഹാനവറുകൾ പറഞ്ഞ വാക്കറിയോ നിങ്ങൾക്ക്? ഈ കിതാബിൽ കാണാം. ഫകാന യഖൂൽ, അവിടുന്ന് പറയാണ്, അന ലാ അഖാഫു മിൻ അയ്യി ഇൻസാൻ, എൻ്റെ ഈ 90 കൊല്ലത്തിൻ്റെ അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ ഞാൻ ഒരൊറ്റ മഖ്ലൂഖിനെയും പേടിച്ചിട്ടില്ല, ഒരൊറ്റ മനുഷ്യനെയും പേടിച്ചിട്ട് അല്ലാഹുവിൻ്റെ ദീന് പറയാതിരുന്നിട്ടില്ല. അന ലാ അഖാഫു മിനൽ മൗത്ത്, അതുകൊണ്ട് ഞാൻ മരണത്തെ പേടിക്കുന്നില്ല. വലാ മിൻ മലക്കിൽ മൗത്ത്, മലക്കുൽ മൗത്ത് അസ്റായിലിനെ എനിക്ക് പേടില്ല. കാരണം ഞാൻ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. വകാന യർഫു യദൈഹി വയമുദ്ദുഹുമാ വഹുവ യഖൂൽ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു 2 കൈയും ഉയർത്തുകയാണ്, ആ 2 കൈയും നീട്ടുകയാണ്. അവിടുന്ന് ഉറക്കെ പറയുകയാണ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആരോടാണ് പറയാനുള്ളത്? എന്നെ കാണുമ്പോൾ അബൂബക്കർ സലാം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വഅലൈക്കുമുസ്സലാം എന്ന് പറയും. മുഹീദ്ദീൻ ഷെയ്ഖ് ആരോടും അവിടെ സലാം പറഞ്ഞിട്ടില്ല. കാളുകളെ കായ്ച്ചിൽ ആരും അവിടെ സലാം പറഞ്ഞിട്ടില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് ഉറക്കെ അവിടുത്തെ 2 കൈയും നീട്ടിയിട്ട് ഉറക്കെ പറയുകയാണ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൽ നിങ്ങൾ രക്ഷയുണ്ടാവട്ടെ എന്ന് പറയുകയാണ്. ധാരോടാണ് സലാം അടക്കിയത്? അത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. റബ്ബിൻ്റെ അടിമകളാണെന്ന ബോധത്തോടുകൂടി ജീവിതത്തെ ക്രമീകരിച്ച ആളുകൾ മരണപ്പെടാൻ കിടക്കുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ വരും, സർവ്വ സ്വാലിഹീങ്ങളും അവിടെ വരും, സർവ്വ സജ്ജനങ്ങളും അവിടെ വരും. അവർ വന്ന് സലാം പറയുമ്പോൾ ആ സലാം അടക്കാൻ കഴിയും. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നു. അവിടുത്തെ മുമ്പ് കഴിഞ്ഞു പോയ സർവ്വ മശായിഖന്മാരും അവിടെ ഹാജറായപ്പോൾ അവർ പറഞ്ഞതാണ്, വരാം ഞങ്ങളിലേക്ക്, ഞങ്ങൾ പോയ നല്ല വീട്ടിലേക്ക് നിങ്ങൾക്കും വരാം, രക്ഷയുണ്ട്. അപ്പോൾ അങ്ങോട്ട് മറുപടി പറഞ്ഞു കൊടുത്തതാണ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതങ്ങ് ചൊല്ലിയിട്ടതാ മലക്കുൽ മൗത്ത് വന്നിട്ട് റൂഹ് ഇങ്ങനെ പിടിച്ചുകയാണ്. അതേ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോൾ കാലിൽ നിന്നിങ്ങനെ തുടങ്ങിയിട്ട് അതിങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ദിവസം എനിക്ക് വരാനുണ്ട്, നിങ്ങൾക്ക് വരാനുണ്ട്. അന്ന് എന്നെ സഹായിക്കാൻ ഒരാളുമില്ല, നിങ്ങളെ സഹായിക്കാൻ ഒരാളുമില്ല. അന്ന് സഹായിക്കാനുള്ള മഹത്തുക്കളാണ് ഇവർ, അഹ്ലു ബൈത്തും റസൂലുള്ളാഹിന്റെ കുടുംബവും ഈ സദസ്സും. റബ്ബേ, ആ ദിവസം ഞങ്ങൾക്ക് നീ സഹായം നൽകണേ അല്ലാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കുസിന കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാം തുണ റബ്ബനാ. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹ് ഇങ്ങനെ പിടിക്കുകയാണ്. മലക്കുൽ മൗത്ത് റൂഹ് ഇങ്ങനെ പിടിച്ചിങ്ങനെ വരുമ്പോൾ കണ്ണുടെയാണ് റൂഹ് പോവുക.
അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ ഉടനെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട സംഗതി മെല്ലെ കണ്ണടച്ചു കൊടുക്കണം. എന്താ കാരണം? കുറച്ച് വെഴുകിപ്പോയാൽ ഖബുഹ മൻദറുഹു, പിന്നെ അങ്ങോട്ട് നോക്കാൻ കഴിയൂലാന്ന്. ഈ കണ്ണിങ്ങനെ തുറിച്ചിങ്ങനെ നോക്കും റൂഹ് പോണത്. അതുകൊണ്ട് മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട സംഗതി അടുത്തുള്ള ആള് മെല്ലെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ദിക്ർ ചൊല്ലിയിട്ട് കണ്ണ് മെല്ലെ അടച്ചു കൊടുക്കണം എന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റൂഹ് ഇങ്ങനെ പിടിച്ച് ശരീരത്തിൽ ഇങ്ങനെ വന്ന് എത്തുമ്പോൾ അവിടുന്ന് ഉറക്കെ ചൊല്ലി ഇസ്തഅൻതു ബിലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂതു വലാ യഖ്ശൽ മൗത്ത് സുബ്ഹാന മൻ തഅസസ ബിൽ ഖുദ്റതി വഖഹറ ഇബാദഹു ബിൽ മൗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ ചൊല്ലിയിട്ട് അവസാന മഹാനവർ റാത്തീബിൽ കാണാം അല്ലാഹു അല്ലാഹു അല്ലാഹ്. മുഹീദ്ദീൻ റാത്തീബ് ചൊല്ലുന്നവർക്ക് ആ ദിക്ർ കാണാൻ കഴിയും. അല്ലാഹു അല്ലാഹു അല്ലാഹ് ثم اخذ يردد الله 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 സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മാന്റെ വയറ്റിന്ന് ഒരു കുട്ടി ദുനിയാവിലേക്ക് കടന്നു വന്നാൽ ആദ്യം കേൾക്കുന്ന വാക്ക് അല്ലാഹു അക്ബർ. വലിയ ആള് അല്ലാഹുവാണ്, നീയല്ല. എത്ര മന്ത്രിയായാലും എത്ര വലിയ മൂലയരായാലും എത്ര അറിയപ്പെട്ട ആളായാലും വലിയവൻ അല്ലാഹുവാണ്. കിബർ ഉണ്ടാകാൻ പാടില്ല, അഹങ്കരിക്കരുത് എന്ന സന്ദേശമാണ് ഒരു കുട്ടിക്ക് ആദ്യം കേൾപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹു അക്ബർ, വലിയവൻ അല്ലാഹുവാണ്. ആദ്യം കേട്ട വാക്ക് അവസാനം പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പേരക്കുട്ടികളുടെ ബർക്കത്ത് കൊണ്ട് ഇതുവരെ ഞങ്ങൾ പരാമർശിച്ച ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. വളരെ സന്തോഷമുണ്ട് ഈ സദസ്സ്. അവസാനം അവിടുന്ന് അല്ലാഹ് 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 എന്നിങ്ങനെ ചൊല്ലി ഖറജത്ത് റൂഹുൽ കരീമ, മഹത്വമുള്ള അവിടുത്തെ ശരീരത്തിൽ നിന്ന് ആ ശരീരത്തേക്കാൾ പവറുള്ള ദേഹിയാകുന്ന ആത്മാവ് റബ്ബിലേക്ക് യാത്ര പോയി. അതിൻ്റെ പവറാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും തഖ്വയും ഹിദായത്തും ഇഖ്ലാസും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. നല്ല സൗന്ദര്യമുള്ള സദസ്സ്. ഞാൻ ഈ സദസ്സിൻ്റെ സൗന്ദര്യമൊക്കെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഹബീബിൻ്റെ സ്നേഹ പ്രകടനത്തിൻ്റെ പേരിൽ ഈ മഹല്ല് നിവാസികൾ നടത്തുന്ന ഇതിനോട് ആരൊക്കെ സഹകരിച്ചോ അവർക്കെല്ലാം റബ്ബ് ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വിശദമായി ബഹുമാനപ്പെട്ട തങ്ങളുടെ ദർക്കും അവരാണ് നമ്മുടെ പിടിവള്ളി. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇമാമല്ലേ ശാഫിഈ ഇമാം. ആ ശാഫിഈ ഇമാം റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ. എൻ്റെ തറവാട്ടിൽ ഒരു പണ്ഡിതൻ വരാനുണ്ട്. ആ പണ്ഡിതൻ ഈ ഭൂമിയെ വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ പണ്ഡിതൻ ആരാണ്? ഇമാമുന ശാഫിഈ തങ്ങളാണ്. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. വലിയ ആലിമാണ്. നബിതങ്ങൾ വലിയ അംഗീകാരം കൊടുത്ത മഹാനാണ്. ആ ശാഫിഈ ഇമാം ചൊല്ലിയത് കാണാം, ആലുൻ നബി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം ഉതാവദൻ ബിയദിൽ യമീനി സ്വഹീഫാ. എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ കാണുന്ന പിടിവള്ളി ഒരിക്കലും ആ പിടിവള്ളി അറ്റുപോകാത്ത പിടിവള്ളിയാണ്. ആര് മുറിച്ചാലും മുറിയാത്ത നല്ല ഉറപ്പുള്ള ഒരു കയറ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ കയറാണ് അഹ്ലു ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ കുടുംബക്കാർ. അതുകൊണ്ടാണ് അവർ വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ വേണോ. അൽഹംദുലില്ലാഹ് നമ്മുടെ വാൽപ്പാറയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തനൂർ തങ്ങൾ പാപ്പ വന്ന് ആ പരിപാടി വളരെ സന്തോഷമായി. ഞാൻ നിങ്ങളുടെ വരുമ്പോൾ നമ്മുടെ വലിയ തങ്ങൾ പാപ്പാനെ കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. ആ രണ്ട് തങ്ങന്മാരും കൂടിയ ആ സദസ്സ് ഒരല്പസമയം ഞാൻ ഓൺലൈനിലൂടെ ലത്തീഫനല്ലേ ഓൺലൈൻ ഉണ്ടാക്കിയില്ലേ, ആ ലത്തീഫിനെ ഞാൻ കുറച്ചു നേരം കണ്ട് എന്നാലും ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കണം എന്ന് വിചാരിച്ചാണ്. ഇന്നലെ മഹല്ലിൽ ഒരു 40ൻ്റെ മൗലിദും
ഇന്ന് രാവിലെ 10:30 ഒരു ആണ്ട് മൗലിദൊക്കെ നേരത്തെ ഏറ്റെടുത്തതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നാൽ തിരിച്ചങ്ങോട്ട് പോകണം. വീണ്ടും ഈ പരിപാടിക്ക് വേണ്ടി ഇന്നും നിങ്ങൾ യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്. അൽപ്പാറ മഹല്ലുകാരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പല പ്രാവശ്യം അവർ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പരിപാടിക്ക് വന്നപ്പോൾ നേരിട്ടും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതാണ്. എന്നാലും അൽഹംദുലില്ലാ ആ പരിപാടി വളരെ സന്തോഷമായി. അല്ലാഹു തആല സർവ്വ അഹ്ലു ബൈത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് ഇന്ന് ഇവിടേക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ, ദുആ നേതൃത്വം നൽകാൻ, നമുക്ക് വേണ്ട ഉപദേശം നൽകാൻ വന്നത് കേരളത്തിൽ അറിയപ്പെട്ട സയ്യിദ് തന്നെയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ 84 വഹാബികളുമായി ഒരു വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് കൊട്ടപ്പുറത്ത്. സുബ്ഹാനല്ലാഹ്, ആ കൊട്ടപ്പുറത്ത് സുൽത്താനുൽ ഉസ്താദിൻ്റെ പേരിൽ സ്ഥാപിച്ച് അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഖിദ്മത്ത് ചെയ്യുന്നത്. കൂടെ ആളുകൾ, ആ മഹല്ലുകാരായ ആളുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആലിയാറിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ച് സംസാരിച്ച് ഞങ്ങൾ പിരിഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നതിൽ ഖുതുബുൽ ഇർഷാദി വദ്ദഅവ അസ്സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് ബഅലവി, ആ ബഅലവി സാദാത്യങ്ങളിൽപ്പെട്ട മഹാനാണ്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ഉപ്പാപ്പമാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും നമ്മുടെ മഹല്ലത്തിലും എല്ലാ ജനങ്ങൾക്കും അല്ലാഹു ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ മഹല്ലത്തിൽ, പരിസര മഹല്ലത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞവരെ കൂട്ടത്തിൽ നിന്നൊക്കെ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവിടെ എല്ലാവരുടെയും ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.